അപ്പോസ്തലപ്രവൃത്തി 2-ാമത് അധ്യായത്തിൽ നിന്നുള്ള ചിന്തകളാണ് പങ്കുവയ്ക്കുക. 2-ാമത് അധ്യായത്തിൻ്റെ 37 മുതൽ 41 വരെയുള്ള 37 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ശബ്ദം ഉയർത്തി ഒന്ന് വായിക്കാം. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 47-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ സഭ അപ്പോസ്തലപ്രവൃത്തിയിൽ സ്ഥാപിക്കപ്പെടുന്നു. കർത്താവായ യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്തപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് യെരൂശലേം വിട്ടു പോകാതെ കാത്തിരിക്കണം. അങ്ങനെ അവർ കാത്തിരിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവർ ഒരുമനപ്പെട്ട ദൈവസന്ധി കൂടി വന്നപ്പോൾ ദൈവത്തിൻ്റെ വലിയ പരിശുദ്ധ ആത്മാവ് പിളർന്ന അഗ്നിജാലകൾ പോലെ അവിടെ ഓരോരുത്തരുടെ മേലും പതിയുകയും അവരെല്ലാവരും ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു എന്ന് കാണും. അങ്ങനെ ദൈവത്തിൻ്റെ സഭ അവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. അപ്പോൾ പത്രോസ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് 11 പേരോടുകൂടെ പ്രസംഗിക്കുന്നു. ആ പ്രസംഗം കേട്ടവരുടെ ഹൃദയത്തിൽ കുത്ത് കൊണ്ടു. എല്ലാവരും പറഞ്ഞേ, പ്രസംഗം കേട്ടവരുടെ ഹൃദയത്തിൽ എന്ത് ചെയ്തു? കുത്തുകൊണ്ടു. അപ്പോൾ അവർ ചോദിച്ചു, അവരെല്ലാവരും കൂടെ കൂടി തീരുമാനിച്ചു, ഇനി മേലിൽ പാസ്റ്റർ ഇവരെ എടുത്തരുത്, എത്രയും പെട്ടെന്ന് മാറ്റണം. അങ്ങനെയാണോ? അല്ല, ദേ വെയർ കട്ട് ടു ദ ഹാർട്ട്. അവിടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അപ്പോൾ അവർ ചോദിച്ചു, വാട്ട് ഷാൽ വി ഡു? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും രക്ഷിക്കപ്പെടണം, മാനസാന്തരപ്പെടണം, നിങ്ങൾ സ്നാനപ്പെടണം, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് വേർപെടണം. അപ്പോൾ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തിരുന്നു. സഭ എന്നുള്ളത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു തിരുമർമ്മമാണ്. എഫേസ്യ ലേഖനത്തിൽ, കൊരിന്ത്യർ ലേഖനത്തിലൊക്കെ നമ്മൾ സഭയെക്കുറിച്ച് കാണുന്നുണ്ട്. എഫേസ്യ ലേഖനത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു ചിന്ത സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. സഭ ക്രിസ്തുവിൻ്റെ ശരീരം. വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ ഒരു ചിന്തകളിലൊന്നാണ് സഭാശാസ്ത്രത്തിൽ സഭ ക്രിസ്തുവിൻ്റെ ശരീരം എന്നുള്ളൊരാശയത്തിലാണ് സഭയെ നമ്മളവിടെ കാണുക. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. എല്ലാവരും ചേർന്ന് പറഞ്ഞ്, സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. സഭയാം ശരീരം. അതിനെ പലതിനോട് നമ്മൾ അനുരൂപപ്പെടുത്തിയിട്ടുണ്ട്, പലതിനോടും അനുരൂപപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധം. അതുകൊണ്ടാണ് വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ ക്രൈസ്തവ വിവാഹത്തിന് ഭയങ്കര പ്രത്യേകതയുള്ളത്. അത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധമാണ്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഈ മർമ്മം വലുത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചാണ് പറയുക. അപ്പോൾ അങ്ങനെ ഒരു രഹസ്യത്തിൽ സഭ കാണപ്പെടുന്നുണ്ട്. സഭ ഒരു ഗാത്രം, ഒരു ശരീരം എന്ന നിലയിൽ സഭയെ വിവേചിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവശാസ്ത്ര ചിന്തയാണ്. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. അതിൻ്റെ ശിരസ് എന്താണ്? ക്രിസ്തുവാണ്. ശിരസ് ക്രിസ്തുവാണ്. അപ്പം ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് വേണം സഭ രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ ആ സഭയുടെ പ്രവർത്തനം ഇന്നും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളരപ്പെടുമ്പോൾ എല്ലാവരും ഓർക്കപ്പെടേണ്ട ഒരു കാര്യമാണ്, സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ഒന്നും പറഞ്ഞ്, സഭ ക്രിസ്തുവിൻ്റെ, നമ്മളെല്ലാം ആ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. വിശാലമായ അർത്ഥത്തിൽ അതിനെ കാണുമ്പോൾ ഓരോ അവയവത്തിനും പ്രാധാന്യമുണ്ട്. ചെറുതിന് ചെറിയ പ്രാധാന്യമെന്ന് കരുതണ്ട, ചെറുതിന് വലുതെന്ന് കരുതണ്ട. അണിവിരൽ മുതൽ എല്ലാ അവയവങ്ങളും ഓരോ
പ്രാവീണ്യം ഓരോ പദ്ധതികളുള്ളതാണ്. എപ്പോഴെങ്കിലുമൊക്കെ അതിൻ്റെ ഒരെന്നിൻ്റെ പ്രവർത്തനം നിലയ്ക്കുമ്പോഴാണ് നമ്മളതിൻ്റെ വില അറിയുന്നത്, അല്ലേ? ഒരു പ്രവർത്തനം, ഒരവയവത്തിൻ്റെ പ്രവർത്തനം നിലച്ചാൽ നമ്മൾ ആ ശരീരം മുഴുവൻ അത് വേദനിക്കപ്പെടും. അതുകൊണ്ട് സഭ ക്രിസ്തുവിൻ്റെ ശരീരം. അതുകൊണ്ട് തന്നെ സഭ ക്രിസ്തുവിൻ്റെ ശരീരമായതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം. സഭയാം ശരീരത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ സഭ എന്ന മർമ്മത്തെ നമ്മൾ കൈകാര്യം ചെയ്യുവാനും മനസ്സിലാക്കുവാനും. സഭയെ സ്നേഹിക്കണം, സഭയോട് ചേർന്ന് ഇരിക്കണം. ഇടത്തെ കയ്യിൽ ഒരു കൊതുക് കടിച്ചാൽ എന്തോ ചെയ്യും? ഇടത്തെ കയ്യെ ഒരു കൊതുക് കടിച്ചു, എന്തോ ചെയ്തു? വലത്തെ കൈ കൊണ്ട് അടിച്ചു. വലത്തെ കൈ കൊണ്ട് അടിച്ച് എന്തുകൊണ്ടാണ് വലത്തെ കൈ കൊണ്ട് അടിച്ചേ? ഇടത്തെ കയ്യെ കൊതുക് കടിച്ചു എന്ന് ആരറിഞ്ഞു? തലയറിഞ്ഞു. എന്നിട്ട് തല ആരോട് പറഞ്ഞു? വലത്തെ കൈയോട് പറഞ്ഞു. അപ്പം വലത്തെ കൈ അടിച്ചു. അപ്പം വലത്തെ കൈ പറയുകയാണ്, എൻ്റെ വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് അവൾ വന്നില്ല, അതുകൊണ്ട് അവിടെ വീട്ടിൽ ഞാൻ പോത്തില്ല എന്ന് പറയാൻ ഒക്കുമോ? ഇല്ല. ഇടത്തെ കൈക്ക് ആരെ വേണം? വലത്തെ കൈയെ വേണം. വലത്തെ കൈക്ക് ആരെ വേണം? ഇടത്തെ കൈയെ വേണം. വേണ്ടേ? ഇങ്ങനെയാണ് സഭ ശിരസുമായിട്ട് ബന്ധപ്പെട്ട് വേണം ഫങ്ഷൻ ചെയ്യാൻ. ശിരസുമായിട്ട് ബന്ധപ്പെട്ട് വേണം ഫങ്ഷൻ ചെയ്യുവാൻ. നമ്മളാരും ഇൻഡിപെൻഡൻ്റ് അല്ല, ഡിപ്പെൻഡൻ്റാണ്. ഓരോ സഭയുടെ ശരീരവും ദൈവരാജ്യത്തിൽ ഡിപ്പെൻഡൻ്റായിട്ട് പരസ്പര സഹവർത്തത്തിൽ, പരസ്പര സ്നേഹത്തിൽ മുമ്പോട്ട് പോകേണ്ടതാണ്. അങ്ങനെ പോകുമ്പോൾ ആ സഭയുടെ അടിസ്ഥാന വേദോപദേശങ്ങളാണ് ഇവിടെ കാണുക. അപ്പോൾ അവിടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അവർ ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പറഞ്ഞു, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായിട്ട് നിങ്ങൾ മാനസാന്തരപ്പെടണം. എല്ലാവരും ഒന്ന് പറഞ്ഞ്, എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. 2, നിങ്ങൾ എന്ത് ചെയ്യണം? സ്നാനപ്പെടണം. എന്ത് ചെയ്യണം? സ്നാനപ്പെടണം. 3-ാമത്തെ കാര്യം, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അപ്പോൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം, പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കണം. 4, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം. വേർപാടും വിശുദ്ധിയും പാലിക്കണം, വേർപാട് പാലിക്കണം. 5, കൂട്ടായ്മ ആചരിക്കണം. 6, അപ്പം നുറുക്കണം. 7, എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. സഭയുടെ അടിസ്ഥാന വേദോപദേശങ്ങൾ. സഭ ക്രിസ്തുവിൻ്റെ ശരീരം. 1, എന്താണ്? രക്ഷിക്കപ്പെടണം. എല്ലാവരും ഒന്ന് പറഞ്ഞ്, എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം. 2, സ്നാനം. 3, പരിശുദ്ധാത്മ സ്നാനം. 4, വിശുദ്ധ ജീവിതം, വേർപാട്. 5, കൂട്ടായ്മ. 6, അപ്പം നുറുക്ക്. 7, പ്രാർത്ഥന. 7 അടിസ്ഥാന വേദോപദേശങ്ങളാണ്. ഒന്നുകൂടെ പറഞ്ഞ്, രക്ഷ, സ്നാനം, പരിശുദ്ധാത്മ സ്നാനം, വിശുദ്ധ ജീവിതം, കൂട്ടായ്മ, അപ്പം നുറുക്ക്, പ്രാർത്ഥന. ഒന്നുകൂടെ പറഞ്ഞ്, രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, വിശുദ്ധ ജീവിതം നയിക്കണം, കൂട്ടായ്മയെ ആചരിക്കണം, അപ്പം നുറുക്കണം, പ്രാർത്ഥന കഴിക്കണം. ഇത് സഭയുടെ അടിസ്ഥാന സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളാണ്. എന്താണ് രക്ഷിക്കപ്പെടുക? യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ നിക്കോദോമസ് വരുന്നുണ്ട്. വരുമ്പോൾ സംസാരിക്കുകയാണ്. അപ്പോൾ കർത്താവ് അവനോട് പറയുന്ന ഒരു വാക്കുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദോമസ് കർത്താവിൻ്റെ അടുക്ക വരുന്നു. അപ്പോൾ കർത്താവുമായിട്ട് സംസാരിക്കുകയാണ്. കർത്താവിനോട് സംസാരിക്കുമ്പോൾ കർത്താവിനോട് പറയുന്നു, എന്താ പറയുക? യേശു അവനോട് 3:3 യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്നുത്തരം പറഞ്ഞു. ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. 5-ാമത്തെ വാക്യം, അതിന് യേശു ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, ആമേൻ, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയുകയില്ല. നമ്മൾ പുതുതായി ജനിക്കണം, വീണ്ടും ജനിക്കണം, രക്ഷിക്കപ്പെടണം. എന്താണ് രക്ഷയുടെ ആവശ്യമെന്ന് പറയുന്നത്? ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ തൻ്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചുവെന്ന് കാണാം. അങ്ങനെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് ദൈവം കൊടുത്തിരുന്ന ഒരു കഴിവായിരുന്നു തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്, ഫ്രീ വില്ലുണ്ട്. ആ ഫ്രീഡവും ഫ്രീ വില്ലും ഒക്കെ കൊടുത്ത് നമുക്കറിയാം, ഓഗസ്റ്റ് മാസം 15 ഈ മാസം സ്വാതന്ത്ര്യത്തിൻ്റെ മാസമാണ്, സ്വാതന്ത്ര്യം ലഭിച്ച മാസമാണ്. അപ്പോൾ ആ മനുഷ്യന് ദൈവം കൊടുത്ത വലിയൊരു കഴിവാണ് സ്വാതന്ത്ര്യം, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് അവൻ ഒറ്റയ്ക്കിരിക്കുന്ന അന്നല്ലത് കണ്ട് തക്കതായ ഒരു തുണിയൊക്കെ കൊടുത്ത്
അവരെ കൂട്ടിനും കൂട്ടാളിയും ഒക്കെ കൊടുത്ത് ഏദൻ്റെ തോട്ടത്തിലാക്കി വെച്ചു. ദൈവത്തോട് പറഞ്ഞു, എല്ലാ വൃക്ഷഫലങ്ങളും നിങ്ങൾക്ക് കഴിക്കാം, പക്ഷെ തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന തിന്മ നന്മകളുടെ വൃക്ഷഫലത്തിൽ നിന്ന് എന്ത് ചെയ്യരുത്? കഴിക്കരുത്. തിന്മ നന്മകളുടെ വൃക്ഷഫലത്തിൽ നിന്ന് കഴിക്കരുതെന്ന് പറയാൻ കാര്യമുണ്ട്. തിന്മയും നന്മയും നിശ്ചയിക്കാനുള്ള അധികാരം നമുക്കല്ല, പിന്നെ ആർക്കാണ്? ദൈവത്തിനാണ്. ഈ അധികാരം നമുക്ക് കിട്ടിയ നമ്മൾ തിന്മയെ നന്മയാക്കും, നന്മ എന്താക്കും? തിന്മയാക്കും, അല്ലേ? അങ്ങനെ ഇരുന്നപ്പോഴാണ് അവർ തോട്ടത്തിലൂടെ നടക്കുമ്പോൾ സാത്താൻ സർപ്പത്തിൻ്റെ രൂപത്തിൽ അവരെടുക്ക വരുന്നു. പിശാച് ഉപായത്താൽ ആരെ ചതിച്ചു? സർപ്പം ഉപായത്താൽ ഹവ്വയെ ചതിച്ചു. അപ്പം ഹവ്വ എടുക്ക വരുന്നു, ചോദിക്കുന്നു, സാക്ഷാൽ ദൈവം പറഞ്ഞിട്ടുണ്ടോ ഈ വൃക്ഷഫലം കഴിക്കരുതെന്ന്? അപ്പോൾ അവൾ പറഞ്ഞു, കഴിക്കരുതെന്നല്ല, സൗകര്യം പറഞ്ഞു, തൊടുക പോലും ചെയ്യരുതെന്ന് പറഞ്ഞു. കർത്താവ് അങ്ങനെ പറഞ്ഞായിരുന്നോ? ഇല്ല, കഴിക്കരുതെന്നേ പറഞ്ഞുള്ളൂ. അതിവിശുദ്ധി അപകടമാണ്. ഭയങ്കര അതിവിശുദ്ധി കാണിക്കുന്നവരെ പെട്ടെന്ന് സൂക്ഷിച്ചോണം. എപ്പം വീണെന്ന് ഓർത്താൽ മതി, എപ്പം വീണെന്ന് ഓർത്താൽ മതി. കാരണം അവർ വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ഏതായാലും തുടരുന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് സാത്താൻ അവരോട് പറയുന്നു, സർപ്പമോട് പറഞ്ഞു, അങ്ങനെയല്ല, നിങ്ങളിത് കഴിച്ചാൽ നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങൾ ആരെ പോലാകും? ദൈവത്തെ പോലെ. 2 വാക്കുകളാണ് അവിടെ, ചെറിയ 2 വാചകം. കണ്ണ് തുറക്കും, ആരെ? കഴിക്കൂ. പിന്നെ നിങ്ങളുടെ എന്ത് തുറക്കും? കണ്ണ് തുറക്കും, നിങ്ങൾ ആരെ പോലാകും? ദൈവത്തെ പോലാകും. ഈ അഡ്വർടൈസ്മെൻറ്റൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അഡ്വർടൈസ്മെൻറ്റ് ചെറിയ വാക്കുകളാണ്, 1-2 വാക്കുകളെ കാണത്തുള്ളൂ. അത് ഭയങ്കര ക്യാപ്ഷനാണ്. അഡ്വർടൈസ്മെൻറ്റ് കണ്ടാണ് ഓരോരുത്തരും വീഴുക. അമേരിക്കയിൽ ട്രംപ് 2ാമത് വന്നപ്പോൾ ട്രംപിൻ്റെ വലിയൊരു വിജയമന്ത്രം ഉണ്ടായിരുന്നു. അത് അമേരിക്ക ഭയങ്കര ഇൻഫ്ലുവൻസായി. വളരെ സിമ്പിളാണ്. മാഗ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ. പിള്ളേരെല്ലാം ടീഷർട്ടിലും തൊപ്പിയിലും എല്ലാം എഴുതി വെച്ചുകൊണ്ട് നടന്നു. മാഗ, മേക്ക് അമേരിക്ക ഗ്രേറ്റ്. ഭയങ്കര ഇമ്പാക്റ്റായിരുന്നു. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ. നമ്മുടെയും ഇപ്പം ഇലക്ഷനൊക്കെ വരികയാണ്. കഴിഞ്ഞ ഇലക്ഷനിൽ പെട്ടെന്നുണ്ടായ ഒരു ചെറിയ സ്ലോഗൻ ഒത്തിരി പേരെ സ്വാധീനിച്ചു. LDF വരും, എല്ലാം ശരിയാകും. കണ്ടോ, എല്ലാവരും കാണാൻ പഠിച്ചേക്കാണ്. LDF വരും, എല്ലാം ശരിയാവും. ശരിയായില്ലേ? എല്ലാം ശരിയായി, എല്ലാം ശരിയായി. LDF വരും, എല്ലാം ശരിയാവും. അപ്പം പെട്ടെന്നാണ് ഈ വികസനത്തിന് ഒരോട്ട്. ഏഷ്യാനെറ്റിൻ്റെ എന്താ? നേരോടെ നിരന്തരം നിർഭയം. നേരോടെ നിരന്തരം നിർഭയം. അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സ്വാധീനം ഉണ്ടാക്കും. നേരോടെ നിരന്തരം നിർഭയം. അപ്പോൾ ഒരു വാർത്ത കേൾക്കുന്നവന് അതൊരു സ്വാധീനമാണ്. ഇതുപോലെ ലോകത്ത് ആദ്യമായിട്ട് മോനെ പരസ്യ കമ്പനി നടത്തിയത് ഏദൻ തോട്ടത്തിൽ വെച്ചാണ്. പാവം ഹവ്വ നടന്നു പോകുമ്പോൾ പെട്ടെന്നൊരു LED വോള്, പിന്നെ ഭയങ്കര സൗണ്ടിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് വരൂ. എന്താണ് അറിയാമോ? കാണൂ, കഴിക്കൂ, ദൈവത്തെ പോലെയാകൂ. ടണ്ടടേം ടാ. കുറച്ച് മ്യൂസിക്കൊക്കെ വായിച്ച് ഇതുപോലെ കുറച്ച് മ്യൂസിക്കും ഇതും എല്ലാം കൂടെ എഫക്റ്റ് എല്ലാം കൂടെ ആയപ്പോഴത്തേന് ഹവ്വ തകർന്നു പോയി. ഹവ്വ വീണുപോയി. പറിച്ചു, കഴിച്ചു, കൊടുത്തു. പറിച്ചു, കഴിച്ചു, കൊടുത്തു. 3 വാക്കുകളായിരുന്നു. കാണൂ, കഴിക്കൂ, ദൈവത്തെ പോലാകും. കാണൂ, കഴിക്കൂ, ദൈവത്തെ പോലാണ്. മനുഷ്യന് എപ്പോഴും ഒരു പ്രശ്നമുണ്ട്. ദൈവം പറയുന്നത് വിശ്വസിക്കാൻ നമുക്ക് പാടാം. പക്ഷേ ആര് പറയുന്നത് വിശ്വസിക്കും? മനുഷ്യൻ പറയുന്നത് വിശ്വസിക്കും. ഡോക്ടർ പറഞ്ഞു 6 മാസമേ ഉള്ളെന്ന്. അത് നമ്മൾ പെട്ടെന്ന് വിശ്വസിക്കും. 3-ാം മാസം മരിച്ചും പോകും. കർത്താവ് പറഞ്ഞു, നീ മരിക്കുകയില്ല, ജീവനോടിരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. അടിപ്പിണരുകളാൽ എന്ത് വന്നിരിക്കുന്നു? സൗഖ്യം വന്നും ഇരിക്കുന്നു. അത് വിശ്വസിക്കാൻ നമുക്ക് പാടാം. നമുക്ക് മനുഷ്യൻ പറയുന്നത് വിശ്വസിക്കാൻ എളുപ്പമാണ്. ആ ഡോക്ടർ പറഞ്ഞു എത്ര മാസമേ ഉള്ളൂ? 6 മാസമേ ഉള്ളൂ. നമ്മൾ പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞത് വിശ്വസിക്കും. എന്നാൽ ദൈവം പറഞ്ഞത് വിശ്വസിക്കുമ്പോൾ, ഞാൻ അടുത്തിടയ്ക്ക് കേട്ട ഏറ്റവും വലിയ അത്ഭുതകരമായ സാക്ഷ്യം, ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ അസെക്ഷുവലായിരുന്നു. ആണുമല്ല പെണ്ണുമല്ലാത്ത അവയവശൂന്യമായ ഒരു കുഞ്ഞ് എനിക്കറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്തിന് ജനിച്ചു. പക്ഷേ അവർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ഒന്നുമില്ലായ്മ ഇതിനെ ഇല്ലാത്തതുപോലെ വിളിച്ചു വരുത്തുന്ന ഒരു ദൈവത്തിൽ ആശ്രയിച്ചു. 3 ദിവസം ഉപവസിച്ചപ്പോൾ ആ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ആൺകുട്ടിയായി ഇന്ന് വളരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ദൈവം പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ നമ്മൾ പ്രാപ്തരാണോ? അവിടെ അത്ഭുതങ്ങൾ നടക്കും. ഒരു കാര്യം ഓർത്ത് കൊള്ളണമേ, ദൈവം പറഞ്ഞത് വിശ്വസിക്കണം. ദൈവം പറഞ്ഞത് വിശ്വസിക്കാൻ പലപ്പോഴും നമ്മൾ സംശയിക്കും. സാത്താൻ പറഞ്ഞത് എന്തു ചെയ്യും? വിശ്വസിക്കും. ലോകം പറഞ്ഞത് വിശ്വസിക്കും. അങ്ങനെ അവർ വിശ്വസിച്ചു, സാത്താനെ വിശ്വസിച്ചു, കണ്ടു, ഇഷ്ടപ്പെട്ടു, പറിച്ചു, കഴിച്ചു. എന്ത് പറ്റി? പാപികളായിട്ട് മാറി. പാപം പടിയിറക്കമാണ്. മനുഷ്യകുലം
ഏദൻ്റെ പർദീസയിൽ നിന്ന് പടിയിറങ്ങാനായിട്ട് അത് കാരണമായി തീർന്നു. നോക്കൂ, ആദവും ഹവ്വായും പാപം ചെയ്തു. അവർക്ക് മനസ്സിലായി തങ്ങൾ ആരാണെന്നറിഞ്ഞു, നഗ്നരാണെന്നറിഞ്ഞു. അന്ന് വരെ അവർക്ക് പ്രശ്നമല്ലാതിരുന്നത് പ്രശ്നമായി. അവരെന്ത് ചെയ്തു? ഇല കൊണ്ട് ഉടുപ്പുണ്ടാക്കി, അത്തിയില കൊണ്ട് ഉടുപ്പുണ്ടാക്കി. പക്ഷേ അത്തിയില കൊണ്ട് ഉടുപ്പുണ്ടാക്കിയത് കൊണ്ട് പാപത്തെ മറയ്ക്കാൻ ഒത്തില്ല. വെയിലടിച്ചപ്പോൾ അത് ചുരുളാൻ തുടങ്ങി. ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവരെ കേട്ടു. അവർ ഭയപ്പെട്ടു. ഏതെല്ലാണ് ആ പാപത്തിൻ്റെ പരിണിത ഫലമാണ് ഭയം. ഇന്ന് മനുഷ്യകുലത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഭയം എന്ന് പറയുക. ഭയം ഭയങ്കര വിചിത്രമായ ഭയങ്ങളാണ് ഈ ഫോബിയയ്ക്കൊക്കെ ഉള്ളത്. നിങ്ങൾ കേട്ടിട്ടുള്ളൊരു വാക്കായിരിക്കും, എന്താ ഫോബിയ? ഭയം. ഒത്തിരി വിചിത്രങ്ങളായ ഭയങ്ങളുണ്ട്. വിചിത്രങ്ങളായ ഭയം. ഞാൻ എന്തുമാത്രം ഭയങ്ങളെ കണ്ടിട്ടുണ്ട്. രാത്രിയെ ഭയക്കുന്നവരുണ്ട്, ഇരുട്ട് വന്നാൽ പേടിയുള്ളവരുണ്ട്. കണ്ടിട്ടുണ്ടോ? ഇരുട്ടിനെ പേടിക്കുന്നവരുണ്ട്. അവർ ഇരുട്ടത്ത് ഭയങ്കരമായിട്ട് പേടിക്കും. രാത്രി കിടന്നുറങ്ങുമ്പോൾ പേടിക്കുന്നവരുണ്ട്. അവർ ഭയപ്പെടും. അവർ ദുസ്വപ്നങ്ങൾ കാണും, ഞെട്ടും, വിറയ്ക്കും. എന്തൊക്കെ വിചിത്രമാണ് കാണുന്നറിയാമോ? എന്തെല്ലാമാണ് കാണിക്കുന്നറിയാമോ? രാത്രി പട്ടിയെ പേടിയുള്ള ഒരാളെ എനിക്കറിയാം. അവനെ രാത്രി ഉറക്കത്തിൽ പട്ടി കടിക്കാൻ വന്നപ്പോൾ അവനെന്തോ ചെയ്തെന്നറിയാമോ? അവൻ്റെ ഭാര്യ പൂർണ്ണ ഗർഭിണി. എനിക്കറിയാവുന്ന കേസ് കേട്ടാൽ നേരെ എഴുന്നേറ്റ് നിന്ന് ഒരൊറ്റ തൊഴി ചവിട്ടും കൊടുത്തു പെണ്ണും പിള്ളയുടെ വയറിന്. അത് അബോട്ടായി പോകേണ്ടതായിരുന്നു. ദൈവം കാത്തതാ. പേടിച്ചിട്ട് അവൻ തൊഴിച്ചത് ആരെയായിപ്പോയി? പട്ടിയായിപ്പോയി. ഭാര്യയായിപ്പോയി. പട്ടിയെ തൊഴിച്ചതാ, ഭാര്യ തൊഴിച്ചത്. ഭയം വല്ലാത്ത പ്രശ്നങ്ങളുണ്ടാക്കും. ചിലർക്കുണ്ട് ക്യാൻസർ ഫോബിയ. ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു തടിപ്പ് വന്നാൽ മിക്കവാറും എന്തായിരിക്കും? ക്യാൻസർ ആയിരിക്കും. ഞെക്കി നമ്മളതിനെ എന്താക്കും? ക്യാൻസറാക്കും. ഇല്ലാത്തത് പേടിക്കും. മരണഭയമുള്ളവരുണ്ട്. ബൈക്ക് എടുത്തുകൊണ്ട് പിള്ളേർ പോയാൽ തിരിച്ചു വരുന്നത് വരെ പേടിയാണ്. കാരണം ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടാകുമെന്നുള്ള പേടി. അങ്ങനെ ഇനി വേറൊരു പേടിയാണ് ഇന്നത്തെ പിള്ളേർക്കുള്ളത്. പരീക്ഷ എഴുതുന്ന പിള്ളേർക്ക് ഭയങ്കര പേടിയാണ്. ഈ കെമിസ്ട്രിയുടെ മാത്സിൻ്റെയൊക്കെ തലേ ദിവസം ഇതുങ്ങൾ കാണിക്കുന്ന കോപ്രായം പേടിയാണ്. ഈ പേടിയുള്ളത് നിങ്ങളോട് ചോദിച്ചോട്ടെ, പഠിച്ച പിള്ളേർക്കാണോ ഒന്നും അറിയാൻ ഇല്ലാത്ത പിള്ളേർക്കാണോ? പഠിച്ച പിള്ളേർക്കാണ്. ഒന്നും അറിയാത്തവർക്ക് ഒരു പേടിയില്ല. നമ്മൾ കേട്ടിട്ടില്ല ബുദ്ധി കൂടി ഭ്രാന്ത് പിടിച്ചെന്ന്. ബുദ്ധി ഇല്ലാത്തവന് ഒരു ഭ്രാന്തും വരത്തില്ല. ബുദ്ധി ഇല്ലാത്തവൻ എന്നാ ഭ്രാന്ത്? അവൻ ലോകോ സമസ്തോ സുഖനപദം, രാവിലെ എഴുന്നേക്കുന്നു, എല്ലാം കഴിക്കുന്നു, സുഖമായിട്ട് കിടന്നുറങ്ങും. ബുദ്ധി കൂടി ഭ്രാന്ത് പിടിച്ചെന്ന് കേട്ടിട്ടില്ലേ? പിള്ളേർക്ക് നമ്മളൊക്കെ തോക്കാൻ വേണ്ടി പരീക്ഷ എഴുതിയിട്ടുണ്ട്. അളിയാ നമുക്ക് ഒന്നിച്ച് തോക്കാം, എന്നിട്ട് അടുത്ത പ്രാവശ്യം ട്യൂട്ടോറിൽ പോയിട്ട് അതിൻ്റെ അടുത്ത പ്രാവശ്യം ഡിഗ്രിക്ക് വരെ തോക്കാൻ വേണ്ടി പരീക്ഷ എഴുതിയവർക്ക് പേടിയുണ്ടായിരുന്നു. ഹായ് അളിയാ, ഇത് ഭയങ്കര ജോളിയായിട്ട് പോയി പരീക്ഷ എഴുതി. ഇന്ന് ഈ പിള്ളേർ കാണിക്കുക പരീക്ഷയ്ക്ക് തോറ്റാൽ എന്താ പറ്റും? അത് തന്നെയല്ല, പരീക്ഷ എഴുതാതെ ആരെങ്കിലും തോറ്റിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ജയിക്കുമോ തോക്കുമോ കുറഞ്ഞു പോകും. ഭയം പിള്ളേരുടെ ഭയങ്കര പേടിയാണ്. അങ്ങനെ 100,000 ഭയങ്ങളാണ്. ഈ ഭയവും പാപവുമായിട്ട് ബന്ധമുണ്ട്. പാപത്തിന് ശേഷമാണ് എന്ത് തുടങ്ങിയത്? ഭയം തുടങ്ങിയത്. ഓർത്തോണം, പാപത്തിന് ശേഷമാണ് ആദ്യമായിട്ട് ഭയം എന്നൊരു വാക്ക് കാണുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിലാണ്. പാപത്തോട് ചേർന്നാണ് ഭയം ഇന്ന് മനുഷ്യനെ ഭീതിപ്പെടുത്തുന്ന, അടിമപ്പെടുത്തുന്ന ഒരു വല്ലാത്ത ദുരന്തമായിട്ട് മാറിയിരിക്കുകയാണ് വിവിധ തരങ്ങളിലുള്ള ഭയം. എന്തിനേറെ പറയുന്നു, ഇന്ന് ഒത്തിരി മക്കൾ കല്യാണം കഴിക്കാൻ നിൽക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 30-35 വയസ്സായി കെട്ടത്തില്ല. സെറ്റിലായിട്ട് കെട്ടാനിരിക്കുക. സെറ്റിലായിട്ട് ആരെങ്കിലും കെട്ടിയിട്ടുണ്ടോ? എല്ലാം സെറ്റിലായിട്ട് ആരെങ്കിലും കെട്ടിയിട്ടുണ്ടോ? ഇല്ല. കെട്ടിക്കഴിയുമ്പോൾ എന്തായിക്കോളും? സെറ്റിലായിക്കോളും. അതല്ല സത്യം. ഇങ്ങനെ വെച്ച് നീട്ടും. 30, 32, 33, 34, 35. സത്യത്തിൽ സെറ്റിലാകാൻ നിൽക്കുകയല്ല. ഇവർക്കൊരു അസുഖമാണ് ഗാമോഫോബിയ. പെണ്ണ് കെട്ടാൻ പേടി. പെണ്ണ് കെട്ടാനൊരു ധൈര്യമൊക്കെ വേണം. പെണ്ണ് കെട്ടാൻ പേടി. കെട്ടിയാൽ ശരിയാകും, അവൾ എങ്ങനത്തെ ആയിരിക്കും, അവൻ എങ്ങനത്തെ ആയിരിക്കും. അപ്പം പെണ്ണ് കെട്ടാൻ പേടിയുള്ള ഒത്തിരി മക്കൾ. ഗാമോഫോബിയ. പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ പിള്ളേരുണ്ടാകാൻ പേടിയുള്ളവരുണ്ട്. അവർക്ക് പിള്ളേരെ വേണ്ട. പ്രസവിക്കാൻ പേടി. അങ്ങനെ ഭയങ്കര വിചിത്രങ്ങളായ ഭയങ്ങൾ മനുഷ്യകുലത്തെ വേട്ടയാടുകയാണ്. ഈ വിചിത്രങ്ങളായ ഭയങ്ങളെല്ലാം വേട്ടയാടുമ്പോൾ ഓർത്തോണം, പാപത്തിന് ശേഷമാണ് ഭയം ഉണ്ടാകുന്നത്. അവർ ഭയപ്പെട്ടു. അവർ എന്ത് ചെയ്തു? വൃക്ഷത്തിൻ്റെ ഇടയിൽ പോയിട്ട് ഒളിച്ചു. എന്നാൽ ദൈവം വിളിച്ചു, ആദാമേ നീ എവിടെയാണെന്ന് ചോദിച്ചു. എവിടെയാണെന്ന് ചോദിച്ചു എന്നുള്ള വാക്കിന് നീ എവിടെ ആയിരിക്കേണ്ടവനാണെന്നോടുള്ള ഉത്തരവുണ്ട്. എവിടെ ആയിരിക്കേണ്ടവനായിരുന്നു? സന്ധ്യയ്ക്ക് പണി കഴിഞ്ഞ് വരിക. പകൽ മുഴുവൻ നല്ലപോലെ ചുമടെടുത്തു, നല്ലപോലെ പണി ചെയ്തു. 12,500 രൂപ അങ്ങേര് ഒപ്പിച്ചു. യൂണിയൻ പണിക്കാരനാ. എല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്ന വഴിക്ക്
കൂട്ടുകാരുടെ കൂടെ ബാറിൽ കയറി അടിച്ച് പൂക്കുറ്റിയായി. അവർ രാത്രിയായപ്പം പള്ളിക്ക് പിടിച്ച് തള്ളി ഇറക്കി വിട്ടപ്പം റോഡിൽ വന്നു. റോഡിൻ്റെ സൈഡിൽ കിടക്കുക, മഴ പെയ്യുന്നു, മഴ ചാറുന്നു. അതിനിടയ്ക്ക് കൊതുകടിയും കൊണ്ട് ആരോ വലിച്ച് സൈഡിലോട്ട് ഇട്ടു, അവിടെ കിടക്കുക. ഇപ്പം നിങ്ങൾ ഓർത്തോണം, ഈ മനുഷ്യൻ കിടക്കുന്ന ബാറിൻ്റെ മുമ്പിലാണ്. പക്ഷേ ഇയാളിപ്പോൾ എവിടെ കിടക്കേണ്ടവനായിരുന്നു? സന്ധ്യയ്ക്ക് പണിയും കഴിഞ്ഞ് വീട്ടിൽ പോയി, ഭാര്യ ചൂടുവെള്ളം കൊടുത്തു, ചൂടുവെള്ളത്തിൽ എണ്ണ തേച്ച് കുളിച്ചിട്ട് പിള്ളേരുടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിച്ച് സന്ധ്യയ്ക്ക് ഇപ്പോൾ ഭാര്യയോടൊപ്പം വീട്ടിൽ കട്ടിലേ കിടക്കേണ്ടവൻ ഇപ്പോൾ എവിടെ കിടക്കുക? ബാറിൻ്റെ മുമ്പിൽ കിടക്കുക. എവിടെ കിടക്കേണ്ടവനായിരുന്നു? ആദാമേ, നീ എവിടെയായിരുന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ എവിടെയാണെന്ന് മാത്രമല്ല, നീ എവിടെ ആയിരിക്കേണ്ടവനായിരുന്നുള്ള അർത്ഥമുണ്ട്. നീ എവിടെയായിരിക്കേണ്ടവനായിരുന്നു? തമ്പുരാൻ വന്ന് വിളിച്ചപ്പോൾ ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് നടക്കേണ്ടവൻ ഇപ്പോൾ പോയി ഒളിച്ചിരിക്കുക. കണ്ടോ? പാപം പടിയിറക്കം, പാപം ഓടി ഒളിക്കൽ, പാപം ഭയപ്പാട്. അങ്ങനെ ദൈവം അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നു. തോട്ടത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ ദൈവം അവർക്ക് തൻ്റെ വസ്ത്രത്തിൻ്റെ തോല് കൊണ്ട് ഒരു ഉടുപ്പുണ്ടാക്കി അവരെ ഒരു വസ്ത്രം ധരിപ്പിക്കുന്നു. അങ്ങനെ മനുഷ്യൻ പാപികളായി മാറുന്നു. പാപം ഏദൻ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കി. എന്നാൽ വചനം പറയുന്നു, റോമർ 5:12, ഏകലംഘനത്താൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു വന്നു. എല്ലാ മനുഷ്യരും പാപികളായി മാറി. ഇങ്ങനെ പാപം ചെയ്യാത്തവരിലും മരണം ആദം മുതൽ മോശ വരെ വാണിരുന്നു. മനുഷ്യൻ പാപികളായി മാറി. നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവദേശം നഷ്ടപ്പെടുത്തി. നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് എന്ത് നഷ്ടപ്പെടുത്തി? ദൈവദേശം നഷ്ടപ്പെടുത്തി. അങ്ങനെ മനുഷ്യൻ പാപികളായി മാറി. പാപത്തിൻ്റെ ശമ്പളം മരണമാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമാകും. അങ്ങനെ മനുഷ്യൻ്റെ മേൽ പാപവും പാപത്തിൻ്റെ തിക്തതയായ കോൺസിക്വൻസായ മരണവും പിടിമുറക്കി. മരണം എന്ന് പറയുമ്പോൾ മരണത്തിന് പല തലങ്ങളുണ്ട്. ഒന്ന് ആത്മമരണമാണ്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. 2 ശാരീരിക മരണമാണ്. മനുഷ്യൻ്റെ ആയുസ് 70 ഏറെയായ 80. മനുഷ്യരെല്ലാം വെറും നിഴലായി നടക്കുന്നു. നിശ്ചയം മനുഷ്യായുസ് 4 വിരൽ നീളമാണ്. എൻപ്രയാണ കാലം 4 വിരൽ നീളം. ആയുധിൻ പ്രതാപം കഷ്ടത മാത്രം. അപ്പോൾ മനുഷ്യൻ്റെ ആയുസ് ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയാണ്. അപ്പോൾ മനുഷ്യൻ ഭൗതികമായി മരിക്കുന്നു. ഇനി നിത്യമായൊരു മരണമുണ്ട്. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നു. അറയ്ക്കപ്പെട്ടവർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ, ഭോഷ്ക്ക് പ്രിയപ്പെടുന്നവർ, ഇവർക്കുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയും അത്രേ. ഇത് 2ാമത്തെ മരണം. 1ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവൻ്റെ മേൽ 2ാം മരണത്തിന് അധികാരമില്ല. അപ്പോൾ ശാരീരികമായ മരണം, ആത്മമരണം, നിത്യമായ മരണം. പാപം മനുഷ്യന് നേടിക്കൊടുത്ത ഒന്ന് മരണം. അങ്ങനെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പിടിപ്പെട്ട മനുഷ്യൻ പാപികളായി മാറുന്നു. അതാണ് അടിസ്ഥാനപരമായൊരു സത്യം. ഇന്ന് മനുഷ്യൻ പാപിയാണ്. പാപം ചെയ്ത ദേഹി മരിച്ചു പോകും. അത് സത്യമായ കാര്യം. അങ്ങനെ മനുഷ്യൻ പാപികളായി മാറി. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ഇനി എന്താണ് രക്ഷ? രക്ഷപ്പെടാൻ വേണ്ടിയാണ് യാഗങ്ങൾ നടത്താൻ തുടങ്ങി. എനിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് മൃഗങ്ങളെ മരിക്കപ്പെടാൻ തുടങ്ങി. അതിനുവേണ്ടി യാഗങ്ങൾ വന്നു. പലവിധമായ യാഗങ്ങൾ വേദപുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. യാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ഡെത്താണ്, പകരമരണമാണ്. നാം മരിക്കേണ്ട സ്ഥാനത്ത് ആര് മരിക്കുന്നു? മറ്റൊരു മൃഗം മരിക്കുന്നു. പക്ഷേ ഇവിടെ പ്രശ്നമുണ്ട്. വീണ്ടും പാപം ചെയ്യും. വീണ്ടും എന്തുണ്ടാകും? യാഗം കഴിക്കണം. അതുകൊണ്ടാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നു, ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ യാഗങ്ങളുടെ ആവർത്തനം ഉണ്ടാകും. യാഗങ്ങളുടെ ആവർത്തനം കൊണ്ട് മതം ബലപ്പെടാൻ തുടങ്ങുന്നു. കാരണം യാഗം കഴിക്കണമെങ്കിൽ ചിലവുള്ളതാണ്. അങ്ങനെ പൗരോഹിത്യ മതം ശക്തിപ്പെടുകയും മനുഷ്യൻ നിസ്സഹായ അവസ്ഥയിലായി തീരുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അവർ നിലവിളിച്ചു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യർ, ഈ പാപത്തിന് അധീനമായ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് തന്നെ ആര് വിടിവിക്കും? പാപത്തിൻ്റെ തിക്തത, മരണം. ഇനിയും അതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ വന്നു. ആദം മുതൽ മോശ വരെ ന്യായപ്രമാണം. റോമാലേഖനം അതിനെ ഒരു സർക്കാസ്റ്റിക്കായിട്ട് പറയുന്നുണ്ട്. ലംഘനം പെരുകേണ്ടതിന് എന്ത് വന്നു? ന്യായപ്രമാണം. ന്യായപ്രമാണം മോശമാണോ? അല്ല, നിയമം നല്ലതാണ്. നിയമം ഉള്ളിടത്ത് നിയമലംഘനം ഉണ്ടായി. നിയമം നല്ലതാണോ എന്ന് ചോദിച്ചാൽ നിയമം നല്ലതാണ്, അല്ലേ? നിയമം എന്താണ്? നല്ലതാണ്. നിയമം രക്ഷിക്കാനോ ശിക്ഷിക്കാനോ? നിയമം രക്ഷിക്കാനോ ശിക്ഷിക്കാനോ? രക്ഷിക്കാൻ അതോ ശിക്ഷിക്കാനോ? രക്ഷിക്കാനോ ശിക്ഷിക്കാനോ? ഹെൽമറ്റ് വെക്കണം. രക്ഷിക്കാനോ ശിക്ഷിക്കാനോ? രക്ഷിക്കാൻ. പക്ഷേ രക്ഷാകരണമായ നിയമം എന്തായി മാറും?
ശിക്ഷാകരണമായിട്ട് മാറും. സീറ്റ് ബെൽറ്റ് ഇടണം, രക്ഷിക്കാനോ ശിക്ഷിക്കാനോ. രക്ഷിക്കാൻ നമ്മളിപ്പോൾ അടച്ചില്ല, അവസാനം വണ്ടിയുടെ ടാക്സ് അടയ്ക്കാൻ ചെല്ലുമ്പോൾ അറിയാം, ക്ഷേമനിധി അടയ്ക്കാൻ ചെല്ലുമ്പോൾ അറിയാം, രജിസ്ട്രേഷൻ പുതുക്കി വെക്കാൻ ചെല്ലുമ്പോൾ അറിയാം. ഇഷ്ടം പോലെ ക്യാമറ ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഞാനല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ക്യാമറ അടിച്ച് നോക്കുമ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട്, ഈ ചേച്ചി ഇപ്പുറത്തും ഇരിപ്പുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഫൈൻ അടയ്ക്കാതെ ബാക്കി കാര്യങ്ങൾ മുമ്പോട്ട് പോകാനൊക്കത്തില്ല. ഒക്കുമോ? ഇല്ല. അപ്പോൾ ഒരു കാര്യം ഓർത്തോണേ, എപ്പോഴും എൻ്റെ ഒരു വണ്ടി ഈ പിള്ളേരെല്ലാം എടുത്തുകൊണ്ട് പോകും. ഞാൻ ഈ അടുത്തിടയ്ക്ക് നോക്കിയപ്പോൾ വണ്ടി ടെസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോഴാണ് 11,000 രൂപയുടെ ഫൈന്. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും എടുത്തുകൊണ്ട് പോയി. സീറ്റ് ബെൽറ്റ് ഒന്നും ഇടാതെ ആരോട് പറയാൻ? ആരൊക്കെയാണെന്ന് അറിഞ്ഞു ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട്. എല്ലാവരും ഓരോന്നും എടുത്തു നോക്കുമ്പോൾ ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട്. പക്ഷേ നിയമം രക്ഷിക്കാനാണ്. പക്ഷേ രക്ഷാകാരണമായ നിയമം എന്തിന് കാരണമാകും? ശിക്ഷയ്ക്ക് കാരണമാകും, അല്ലേ? ഏത് നിയമവും രക്ഷിക്കാനാണ്. ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. ദൈവം മനുഷ്യനോട് പറഞ്ഞു, മുഖത്തെ വേർപ്പോടെ എന്ത് കഴിക്കണം? ഉപജീവനം കഴിക്കണം. കഴിക്കണമെങ്കിൽ എന്ത് ചേർത്തിരിക്കണം? വേർതിരിക്കണം. വേർക്കാതെ ആരും എന്ത് ചെയ്യരുത്? കഴിക്കരുത്. വേർത്തിട്ടായിരുന്നു കഴിച്ചിരുന്നത്. രാവിലെ അമ്മ എഴുന്നേറ്റു, നേരെ കഴിക്കുകയല്ല, ചാരം വാരി അടുപ്പെത്തി കത്തിച്ചു, എന്നിട്ട് നേരെ പോയി ചെറിയ ചൂലുണ്ട്, അതുകൊണ്ട് മിറ്റം തൂത്തു. ഇന്ന് പിള്ളേർക്ക് മിറ്റം തൂത്ത് വന്നപ്പോഴത്തേന് അമ്മ എന്ത് ചെയ്തു? വേർത്തു. മിറ്റം തൂത്ത് വന്നപ്പോഴത്തേന് എന്ത് ചെയ്തു? വേർത്തു. മിറ്റം തൂക്കാൻ വയ്യാത്തതുകൊണ്ടാണ് പിള്ളേർക്കെല്ലാം ഫ്ലാറ്റ് മതി. കാരണം എന്തോ തൂക്കണ്ട? മിറ്റം തൂക്കണ്ട. മിച്ചോനമായ മിറ്റം ഉണ്ടെങ്കിൽ, നല്ല അമ്മായിമ്മമാരാണെങ്കിൽ നീളം കുറഞ്ഞ കുറ്റിച്ചൂല് കൊടുക്കും. നീളം കുറഞ്ഞ കുറ്റിച്ചൂല് കൊണ്ട് തൂത്താൽ ഒരു സുംബോ ഡാൻസും കളിക്കേണ്ട, ഒരു ജിമ്മിലും പോകണ്ട. രാവിലെ എഴുന്നേറ്റ് എന്ത് തൂത്താൽ മതി? മിറ്റം തൂത്താൽ മതി. വേർക്കാത്തതുകൊണ്ടാണ് ഇന്ന് സുംബോ കളിക്കേണ്ടി വരുന്നത്. കാരണം പിള്ളേർക്കൊന്നും വേർക്കേണ്ട ആവശ്യമില്ല. വേർക്കാതെ എന്ത് കൂട്ടി? കഴിപ്പ് കൂട്ടി. നിയമം ശിക്ഷ കിട്ടി. അതാണ് പ്രഷർ, ഷുഗർ, ഹാർട്ട്, കൊളസ്ട്രോൾ എല്ലാവർക്കും ആയില്ലേ? എന്താ കാര്യം? നിയമം ലംഘിച്ചാൽ എന്ത് കിട്ടി? ശിക്ഷ കിട്ടി. നിയമലംഘനം ശിക്ഷ ഉണ്ടാകത്തില്ലേ? ഉണ്ടാകും. അപ്പം നമ്മൾ ശിക്ഷ ഇത് ശരിയാക്കാൻ വേണ്ടി നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാൻ നോക്കും. പക്ഷെ ഒക്കുമോ? ഇല്ല. മനുഷ്യൻ ആരാണ്? പാപിയാണ്. പാപിയാണ്. നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവൻ എന്ത് ചെയ്യാൻ ഒക്കുന്നില്ല? നന്മ ചെയ്യാൻ ഒക്കുന്നില്ല. കഴിച്ച് കിലോ 130 ആൻറ്റിക്ക്. എന്നോ വണ്ണോപ്പ. ആൻറ്റി അമേരിക്കയിൽ നിന്ന് നാട്ടിൽ വന്നു. എന്തിനാണെന്നറിയാമോ? നാച്ചുറോപ്പതി ചെയ്ത് വണ്ണം കുറയ്ക്കാൻ. അങ്ങനെ ഞങ്ങളുടെ ഒരു ചേച്ചിയുടെ അടുത്ത് നാച്ചുറോപ്പതി ചെയ്യാൻ വന്നു. ചേച്ചി പറഞ്ഞു, രാവിലെ വെള്ളരിക്ക ജ്യൂസ്, പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് ഇലകൾ, വൈകുന്നേരം കുറച്ച് സലാഡ്, ഇതെല്ലാം ഡയറ്റെല്ലാം കൊടുത്തു. പാവം ചേച്ചി ഇതെല്ലാം കേട്ടിട്ട് ഒടുവിൽ ചോദിച്ചു, ഭക്ഷണത്തിന് മുമ്പാണോ പിമ്പാണോ എന്ന്? ഭക്ഷണത്തിന് മുമ്പാണോ പിമ്പാണോ? നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതൊക്കെ ഒന്നുണ്ടോ? ഇല്ല. എനിക്കും ഒത്തിരി പേര് ഡയറ്റ് പറഞ്ഞു, പാസ്റ്ററെ ഷുഗറൊക്കെ ഉണ്ട്, മുട്ടയുടെ വെള്ള കഴിക്കണം, ഉണ്ണി ഒത്തിരി കഴിക്കേണ്ട, ആഴ്ച 2-3 മതി, പക്ഷെ വെള്ള ഒരു 4 എണ്ണമെങ്കിലും കഴിക്കണം, ഉണ്ണി മാറ്റി വെക്കണം. ഞാൻ വളരെ ഡീസൻ്റാണ്, ഉണ്ണി മാറ്റി വെച്ച് വെള്ള കഴിക്കും. പക്ഷെ നക്കി മിക്കവാറും എല്ലാം എന്തോ കഴിക്കും? ഉണ്ണി കഴിക്കും. എൻ്റെ അമ്മയ്ക്ക് ഡയബറ്റിക് ആയിരുന്നു, മരിച്ചിട്ട് 15 വർഷമായി. എൻ്റെ അമ്മ വളരെ ഡീസൻ്റായിരുന്നു, ചായക്കകത്തൊന്നും മധുരം എടുത്തില്ല. പക്ഷെ രാവിലെ എഴുന്നേറ്റ് പഞ്ചാര കൈ വെക്കും, ചായ കുടിക്കുന്നിടയ്ക്ക് ഒന്ന് നക്കും. ചായക്കകത്ത് ഇട്ടോ? ഇല്ല. വളരെ ഡീസൻ്റാണ്. നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അതിന് സമ്മതിക്കാത്ത ഒരു തിന്മയുടെ പ്രമാണം. ചെറിയ കാര്യത്തിന് പോലും നമ്മുടെ അവയവങ്ങൾ എന്ത് ചെയ്യുക? വ്യാപരിക്കുക. മക്കളെ പഠിക്കാൻ ആഗ്രഹമില്ലാത്ത ഏതെങ്കിലും മക്കളുണ്ടോ? ഇല്ല. ഞാൻ പറയാറുണ്ട്, എല്ലാ മക്കൾക്കും പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. സത്യമായിട്ടും ഇല്ലേ? ഉണ്ട്. അവർ പറയും, പപ്പ ഞാൻ ഏറ്റു ഈ വർഷം പഠിക്കും. ഞാൻ 10ാം ക്ലാസ്സിൽ കയറിയപ്പോൾ എൻ്റെ പപ്പ എനിക്കൊരു സമ്മാനം തന്നു. മോൻ പഠിക്കണം. അതിനെ പപ്പ ഒരു സമ്മാനം താൻ തന്നെ പോയി മേടിച്ചുകൊണ്ട് തന്നു. വട്ടത്തിൽ ഇരിക്കും, താഴെ 2 കാലുണ്ട്, മേളിൽ കുറച്ച് പുറകിൽ കുറച്ച് സ്പ്രിങ്ങൊക്കെ ഉണ്ട്. പേരറിയാം, മേശപ്പുറത്ത് വെക്കാം. വട്ടത്തിരിക്കും, താഴെ 2 കാല്. അറിയാം? മോനെ കണ്ടിട്ടേ ഇല്ലല്ലേ? അങ്ങനെ സാധനം ഉണ്ടായിരുന്നു മോനെ. വട്ടത്തിലോ ചതുരത്തിലോ ഒക്കെ ഇരിക്കും, പുറകെ കുറച്ച് സ്പ്രിങ്ങൊക്കെ ഉണ്ട്, മേളിൽ ഞെക്കുന്ന ഒരു സുനായൊക്കെ ഉണ്ട്. അറിയാമോ? ടൈം പീസ് എന്ന് പറയും. എവിടെങ്കിലും പോയി കാണണം ടൈം പീസ്. ഇന്ന് ടൈം പീസ് ഇല്ല. ടൈം പീസ് എന്തിനാ?
അലാറം വെക്കാൻ. ടൈം പീസ് വെച്ച് അലാറം വെച്ചിട്ടുള്ളവരൊന്ന് കൈവെക്കാമോ? ഇപ്പോഴെല്ലാം ഫോണിൽ കൈവെക്കി കണ്ടോ ടൈം പീസ്. ഇപ്പം എല്ലാം ഫോണില്ല. അലാറം വെക്കും. ഞാൻ നേരത്തെ കിടക്കും. രാവിലെ എഴുന്നേക്കാൻ 3-3:30 ആയപ്പോൾ അലാറം വെച്ചു. എൻ്റെ പൊന്നും കുഞ്ഞ് നല്ല പുതപ്പി ചൂടി കിടക്കുമ്പോൾ 3-3:30 ആകുമ്പോൾ ഒരൊറ്റ അട്ടിയായത് തലയ്ക്കുന്നുണ്ട്. ഒറ്റ അട്ടിയാ. എന്നാ അടിക്കുന്നറിയാം. നമ്മൾ വളരെ ഡീസൻ്റാണ്. അവിടെ കിടന്നുകൊണ്ട് എന്തോ ചെയ്യും? ഓഫ് ചെയ്തിട്ടുള്ള ഒരു കൈവക്കിക്ക് കണ്ടോ ഇത്. ഇപ്പോൾ എന്നിട്ട് പിള്ളേരുടെ പുറകെ നടക്കുക, എഴുന്നേക്കടാന്ന്. അവിടെ കിടന്നുകൊണ്ട് എന്തോ ചെയ്തു? ഓഫ് ചെയ്തു. എന്തിനാ ഓഫ് ചെയ്ത് എന്തിനാ? എഴുന്നേക്കാൻ. ഓഫ് ചെയ്ത് എന്തിനാ? നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അതിന് സമ്മതിക്കാത്ത ഒരു തിന്മയുടെ പ്രമാണം. എല്ലാവരും വെച്ചത് ഇതിനല്ലേ? അങ്ങനെ നീണ്ടു പോയി പരീക്ഷയുടെ തലേദിവസം രാത്രി മുഴുവൻ ഇരിക്കും. ഒരുത്തം ഉറങ്ങത്തില്ല. ഞാനാണെങ്കിൽ ഉറങ്ങാതിരുന്ന് എഴുതി 48 മണിക്കൂർ ഒറ്റ ഇരിപ്പിരുന്ന ഒരു പേപ്പർ പൂർത്തീകരിച്ചിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. വല്ല കാര്യമുണ്ടോ? ഇല്ല. അവസാനം വരെ വെച്ചുകൊണ്ടിരിക്കും. നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ അടുത്ത പ്രാവശ്യം തീരുമാനിക്കും, ഈ വർഷം ഞാൻ എന്ത് ചെയ്യും? പഠിക്കും. എൻ്റെ ഒരു സുഹൃത്ത് നല്ലൊരു അച്ഛന് ഞാനും കൂടെ ഭയങ്കര കൂട്ടാണ്. അച്ഛന് എന്നോട് പറഞ്ഞു, എടാ പ്രിൻസേ, എടാ പൊന്നെ, ഞാനൊരു തീരുമാനമെടുത്തു. പുതുവത്സരത്തിലാണ്. പുള്ളി വലിയ കാര്യമായിട്ട് അച്ഛൻ എന്നെ വിളിച്ച് പറഞ്ഞു, ഞാനൊരു തീരുമാനം എടുത്തടാ. ഈ വർഷം, പുതിയ വർഷത്തിൽ ചിന്തിച്ച് സഗൗരവും സവിശേഷമായി ചിന്തിച്ച് വളരെ ആലോചിച്ച് തീവ്രമായ തീരുമാനമാണ്. ഇതെല്ലാം കേട്ടപ്പോൾ എനിക്ക് ആവേശമായി. അച്ഛൻ എന്താണ് തീരുമാനിച്ചത്? ഞാൻ ചോദിച്ചു, പൊന്നു മനുഷ്യ പറ, മനുഷ്യനെ പറ്റി ടെൻഷൻ അടിപ്പിക്കാതെ എന്തുവാ തീരുമാനിച്ചത്? പുള്ളി പറഞ്ഞു, ഒരു തീരുമാനം എടുക്കുന്നില്ലെന്ന് അങ്ങ് തീരുമാനിച്ചു. കാരണം കുറേ നാളായിട്ട് എടുത്തതല്ലാതെ ഒരു കാര്യവും നടന്നിട്ടില്ല. നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സമ്മതിക്കാത്ത ഒരു തിന്മയുടെ പ്രമാണം എൻ്റെ അവയവത്തിൽ വ്യാപരിക്കുന്നു. ഇതാണ് പാപം. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. പാപം സിൻ ഓഫ് ഒമിഷൻ, സിൻ ഓഫ് കമ്മീഷൻ. പാപം ഒരു യാഥാർത്ഥ്യം. മനുഷ്യൻ്റെ തകർത്തത് പാപം. ഈ പാപം വന്നത് വഴികളാണ്. ആദ്യം ഏക മനുഷ്യനാൽ പാപവും, പാപത്താൽ മരണവും. അങ്ങനെ മനുഷ്യൻ പാപികളായി മാറി. പാപത്തിന് രക്ഷയ്ക്കായി നിയമം കൊണ്ടുവന്നു. പക്ഷേ രക്ഷാകാരണമായ നിയമം മനുഷ്യന് ശിക്ഷ നേടിക്കൊടുത്തു. മനുഷ്യൻ എന്ത് കൊടുത്തു? ശിക്ഷ നേടിക്കൊടുത്തു. എന്നാൽ ഈ ശിക്ഷയ്ക്ക് ഒരു പ്രശ്നമുണ്ട് മക്കളെ. ഏത് ശിക്ഷയ്ക്കും ഒഴിവുണ്ട്. മരണത്തോടു കൂടി ഒഴിവുണ്ട്, ഇല്ലേ? നമ്മളെ ഒരാളെ ശിക്ഷയ്ക്ക് വിധിച്ചു, ജീവപര്യന്തം തടവിൽ. മരിച്ചു കഴിഞ്ഞു എന്ന് വെക്കുക, 40 വർഷത്തെ കഠിന തടവ്. 20-ാം വർഷം മരിച്ചുപോയി, പിന്നെയും ജയിലിലിടുവോ? ശവം വിട്ടുകൊടുക്കുവോ? ബോഡി വിട്ടുകൊടുക്കുവോ? പിന്നെയും ജയിലിൽ ഇടുവോ? മരിച്ചു, എന്തോ തീർന്നു? ശിക്ഷ തീർന്നു. തൂക്കിക്കൊല്ലാൻ വേണ്ടി കൊണ്ടുവരിക. തൂക്കാനായിട്ട് കയറിടുമ്പോൾ അറിയുന്നത് അയാൾ താഴോട്ട് വീണു, മരിച്ചുപോയി. കാർഡിയാക് അറസ്റ്റ്. തൂക്കേണ്ട വന്നില്ല, മരിച്ചുപോയി. ചത്ത ബോഡി പിന്നെയും തൂക്കുവോ? ഇല്ല, മരിച്ചു, എന്തോ ചെയ്തു? ശിക്ഷ തീർന്നു. എന്നെ പൊന്നു മോനെ, ഈ ദൈവകോടതിക്ക് ഒരു പ്രശ്നമുണ്ട്. മരിച്ചു പോയാലും പൊക്കിയെടുത്ത് ലൈവായിട്ട് കൊണ്ട് നിർത്തും. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും. ദൈവം അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അവൻ ചക്കോണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ന്യായാസനം. ഇനിയും വീണ്ടും പറയുന്നു, മരിച്ചവർ ആബാലവൃദ്ധം വെള്ളസിംഹാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. അപ്പം മരിച്ചാലും തീരാത്ത ശിക്ഷ. അങ്ങനെ പാപം, മരണം, ശിക്ഷ, ഇതിൻ്റെ ഇടയ്ക്ക് മനുഷ്യൻ വീർപ്പ് കൂട്ടിയപ്പോൾ പിതാവാം ദൈവം കനിഞ്ഞു നൽകിയ ഒരു ഉത്തരമാണ് കർത്താവായ യേശുക്രിസ്തു. മനുഷ്യൻ മൂലം മരണം ഉണ്ടാകിയാൽ മരിച്ചവിടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലം ഉണ്ടാകേണ്ടത്. കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം. ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ നൽകി. അങ്ങനെ നമുക്ക് വേണ്ടി ജഡാവതാരമെടുത്ത ക്രിസ്തു വലിയൊരു അത്ഭുതമാണ്. ദൈവം മനുഷ്യനായി. മനുഷ്യൻ ദൈവമായതല്ല, ദൈവം ആരായി? മനുഷ്യനായി. ഇന്ന് മനുഷ്യൻ ദൈവമാകാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് ഭാരതത്തിൽ നാം പലപ്പോഴും കാണുന്നത്. ഭാരതീയർക്കത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. കാരണം വിവിധ കാലങ്ങളിൽ വിവിധ രൂപങ്ങളിൽ ദൈവം ആവശ്യാനുസരണം വിവിധ ഭാവങ്ങളിൽ അവതരിക്കുമെന്നുള്ളൊരു വിശ്വാസം ഭാരതീയ ചിന്തകളിലൊക്കെ ഉള്ളതുകൊണ്ട് മനുഷ്യന് ദൈവപരിവേഷം കൊടുക്കുന്നത് അവർക്ക് വലിയ വിഷയമല്ല. എന്നാൽ ദൈവം മനുഷ്യനായി മാറി, അത് ചെറിയ കാര്യമല്ല. സർവത്തെ സൃഷ്ടിച്ച ദൈവം, സർവകൃപാലുവായ ദൈവം ആരായി മാറി? മനുഷ്യനായിട്ട് മാറി. ദൈവം മനുഷ്യനായി. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം
മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ദാസ്യരൂപം എടുത്ത് ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവം മനുഷ്യനായി, ദൈവം പച്ച മനുഷ്യനായി ഒരു കൊച്ചു കുഞ്ഞായി ജനിച്ചു, വളർന്നു. 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ വെച്ച് കാണുന്നു. പിന്നെ 30-ാമത്തെ വയസ്സിലാണ് സ്നാനമേൽക്കാൻ വേണ്ടി വരുന്നത്. ഹല്ലേലൂയ! ദൈവം സ്നാനമേൽക്കാൻ വേണ്ടി വരും. ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്ന നമുക്ക് ഉചിതം. അതുവരെ ദൈവം എന്ത് ചെയ്യുമായിരുന്നു? കർത്താവ് ഭാരമുള്ള മരപ്പണിക്കാരനായിരുന്നു, മരപ്പണി ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു തൻ്റെ ശുശ്രൂഷ തുടങ്ങുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ. കർത്താവായ യേശു ക്രിസ്തു ജഡാവതാരം എടുത്തു. 33 വയസ്സിൽ യേശു കർത്താവ് നന്മ മാത്രം ചെയ്ത ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്തു. ആര്? റോമൻ പടയാളികളും യഹൂദ ചേവകരും കൂടി അറസ്റ്റ് ചെയ്ത് പീലാത്തോസിൻ്റെ ആദ്യം മതകോടതികളിൽ കൊണ്ടുവന്നു. ഹന്നാസ്, കയ്യഫാവ്, സന്നദ്ധി സംഘം, പിന്നെ പീലാത്തോസ്, പിന്നെ ഹെരോദാസ്, വീണ്ടും പീലാത്തോസ്. ഇങ്ങനെ റോമൻ കോടതിയിൽ വിസ്തരിക്കപ്പെടുമ്പോൾ റോമൻ കോടതിയുടെ ഒരു ആപ്തവാക്യമുണ്ട്. ഞാൻ വേഗത്തിൽ പോട്ടെ. കോടതിയുടെ ഒരു ആപ്തവാക്യം 1000 കുറ്റവാളി പറഞ്ഞാട്ട് 1000 കുറ്റവാളി രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി എന്ത് ചെയ്യരുത്? ശിക്ഷിക്കപ്പെടും. ഇതാണ് കോടതിയുടെ ആപ്തവാക്യം. അങ്ങനെ ആപ്തവാക്യമുള്ള കോടതി പറയുകയാണ്. യോഹന്നാൻ 18, യോഹന്നാൻ 19 എല്ലാം വായിക്കുമ്പോൾ പീലാത്തോസ് ആരാണ്? റോമൻ നിയമത്തിൻ്റെ കാവലാണ്, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. അദ്ദേഹം പറയുന്നു, ഈ നിൽക്കുന്ന പ്രതിയിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. ഒന്നുകൂടെ പറയട്ടെ, ഈ നിൽക്കുന്ന പ്രതിയിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. നിങ്ങളുടെ ആ മനസാക്ഷിയെ, പൗരബോധത്തെ തൊട്ടുകൊണ്ട് എളിവനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഒരു കോടതി പ്രതിയെ നോക്കി പറയുന്നു, ഈ നിൽക്കുന്ന പ്രതിയിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ പിന്നെ ആ കോടതി ബാക്കി എന്താ പറയണ്ടേ? പറമോനെ, ബാക്കി എന്ത് പറയണം? പറ. ഈ കോടതി ഈ പ്രതിയെ നിരുപാധികം വിട്ടയക്കുന്നു. അങ്ങനെയല്ലേ പറയണ്ടേ? അങ്ങനെയല്ലേ പറയാവൂ? അങ്ങനെ പറയാവൂ. എന്നാൽ ചരിത്രത്തിൽ ആദ്യവും അവസാനമായി ഒരു കോടതി പറഞ്ഞു, ഈ നിൽക്കുന്ന പ്രതിയിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല, അതുകൊണ്ട് ഈ പ്രതിയെ അടിപ്പിക്കാം. ഒരു തെറ്റ് കാണാഞ്ഞുകൊണ്ട് അടിപ്പിക്കാൻ ഒക്കൂ? ഇല്ല. മൂത്ത അനിയന്മാരുള്ളവർ ഒന്ന് കൈപൊക്കിക്ക്. ഇച്ചിരി ഏജ് ഡിഫറൻസിൽ ഇളയത്തങ്ങളുള്ളവരൊന്ന് കൈപൊക്കാമോ? ഒത്തിരി പേര് കാണും ഇല്ലേ? കൊച്ചു പിള്ളേർ മാത്രമല്ല, പേര് ഈ മൂത്തത് ഇളയതും കൊണ്ട് അടിയുണ്ടാക്കും. മിക്കവാറും ഈ ഇളയതായി പോയി ചൊറിഞ്ഞ് വഴക്കുണ്ടാക്കുന്നത്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് എവിടെ ചെല്ലും? അമ്മയെടുത്ത് ചെല്ലും. അമ്മ ഒരു വടിയെടുത്ത് അങ്ങ് അടിക്കും. ആരെ? മൂത്തേനെ. എന്തിനാ? അവൻ പറഞ്ഞു, അമ്മ ഞാൻ ചുമ്മാ ഇവിടെ നിൽക്കുകയായിരുന്നു, ഞാൻ വെറുതെ ഇവിടെ നിൽക്കുകയായിരുന്നു, ഞാൻ ഒന്നും ചെയ്തില്ല. ഉടനെ അമ്മ പറയാം, നീ മൂത്തതല്ല, ഇരിക്കട്ടെ. അപ്പോൾ അവൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞാൻ മൂത്തതായ എൻ്റെ കുറ്റമാണ്, മൂത്തതായി അടിക്കാമോ? അപ്പോൾ വെറുതെ അടിക്കാൻ ആരെങ്കിലും സംഭവിക്കുമോ? ഇല്ല. കുറ്റം ചെയ്യാതെ ശിക്ഷിക്കപ്പെടാൻ ഒക്കത്തില്ല. പക്ഷേ ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും റോമൻ ചാട്ടുകൾ കൊണ്ട് അടിക്കപ്പെടാൻ തുടങ്ങി. പീലാത്തോസിൻ്റെ ഗബ്ബതായിൽ ക്രിസ്തു അടിക്കപ്പെടുകയാണ്. റോമൻ ചാട്ടുകൾക്ക് പല ലെയറുണ്ട്. ഓരോ ലെയറിലും എല്ലും മുള്ളും പല്ലും കൊളുത്തുകൊണ്ട് മക്കളെ അടിച്ചു. എന്തിനാ അടിച്ചത്? ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ട്. അവിടുത്തെ പുറം ഒഴിവുചാല് പോലെ കീറപ്പെട്ടു. അതുകൊണ്ടാണ് സങ്കീർത്തനം 129 പറയുന്നു, ഒഴിവുകാരൻ്റെ മുതുകിന്മേൽ ഉഴുതു, ഒഴിവുചാലുകൾ നീളത്തിൽ കീറി. എല്ലാവരും ചേർന്ന് പറഞ്ഞ്, ഒഴിവുകാർ എൻ്റെ മുതുകിന്മേൽ ഉഴുതു മറിച്ചു. ചോർമൻ ചാട്ടകൾ കൊണ്ട് ആ പുറം ഉഴുതു മറിച്ചു. എന്തിനാണ്? അതിനുശേഷം അവൾ മുൾക്കിരീടം ധരിപ്പിച്ചു, ഒരു കഴ പിടിപ്പിച്ചു, രക്താംബരം ധരിപ്പിച്ചു, പുറത്ത് കൊണ്ടുവന്നിട്ട് പീലാത്തോസ് പരിചയപ്പെടുത്തുന്നു, ആ മനുഷ്യൻ ഇതാ, ബിഹോൾഡ് ദാറ്റ് മാൻ. ആ മനുഷ്യൻ ഇതാ. എന്തിനാ അടിയേറ്റത്? ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും അടിക്കപ്പെട്ടു. അതുകൊണ്ടാണ് റോമർ 8:1, therefore there shall no condemnation for those who are in Christ Jesus. ഇപ്പോൾ ക്രിസ്തുവേശു ഉള്ളവർക്ക് എന്തില്ല? ശിക്ഷാവധിയില്ല. എല്ലാവരും പറഞ്ഞ്, ഇപ്പോൾ ക്രിസ്തുവേശു ഉള്ളവർക്ക് എന്തില്ല? ശിക്ഷാവധിയില്ല. എന്തുകൊണ്ട് ശിക്ഷാവധിയില്ല? പാപത്തിൻ്റെ ശിക്ഷ പാപം ചെയ്യാത്തവൻ അനുഭവിച്ചു. പാപത്തിൻ്റെ ശിക്ഷ പാപം ചെയ്യാത്ത നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവിടുന്ന് തകർന്നു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റും ഇരിക്കുന്നു. അവിടുത്തെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം. പത്രോസ് പറയുന്നു, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. എൻ്റെ പൊന്നു പ്രിയരെ, യേശു അടിയേറ്റു, യേശു ശിക്ഷിക്കപ്പെട്ടു, അതിക്രൂരമായി ശിക്ഷിക്കപ്പെട്ടു. യേശു ശിക്ഷയേറ്റത് എന്തിന്? പാപം ചെയ്യാത്തവൻ, പാപം എന്തെന്നറിയാത്തവൻ, പാപരഹിതനായ ക്രിസ്തു, നിർമ്മലൻ, നിർദോഷൻ, പാപികളോട് വേർപെട്ടവൻ, ഒരു തെറ്റുമില്ലെന്ന് കോടതി ആവർത്തിച്ച് പറഞ്ഞിട്ടും
കോടതി യേശുവിനെ അടിക്കുകയാണ്. എന്തിനടിക്കപ്പെട്ടു? തെറ്റ് ചെയ്യാത്തവൻ അടിക്കപ്പെട്ടു, അതിക്രൂരമായി അടിക്കപ്പെട്ടു. എന്തിനടിക്കപ്പെട്ടു? നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ കർത്താവ് ഏറ്റെടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കെന്താ ഗുണം? നമുക്ക് ഗുണമുണ്ട്. ആ രക്ഷ, നമ്മുടെ ശിക്ഷ നമ്മുടെ രക്ഷയായി മാറുന്ന എപ്പോഴാണ്? വചനം പറയുന്നു, റോമർ 10:9, കർത്താവായ യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചിട്ട് രക്ഷയ്ക്കായിട്ട് എന്ത് ചെയ്യണം? വായി കൊണ്ട് ഏറ്റു പറയണം. യോഹന്നാൻ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരുവാൻ അവിടുന്ന് അധികാരം കൊടുത്തു. തൻ്റെ ഏകജനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. യേശു ശിക്ഷയേറ്റു. യേശു ശിക്ഷയേറ്റത് കൊണ്ട് നമുക്ക് രക്ഷയുണ്ടാകും. എങ്ങനെ? നമ്മുടെ ഓരോ മനുഷ്യനും സ്വാതന്ത്ര്യമുണ്ട്. ഓരോ മനുഷ്യനും എന്തുണ്ട്? സ്വാതന്ത്ര്യം, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം. നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് യേശുവിനെ കർത്താവും രക്ഷകനുമായി ഹൃദയം കൊണ്ട് സ്വീകരിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുയേശുവിലാകും. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് എന്തില്ല? ശിക്ഷാവിധി. എങ്ങനെ ക്രിസ്തുയേശുവിലാകാം? അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി. ഒന്നുകൂടെ പറഞ്ഞേ, അവനെ കൈക്കൊണ്ട് ഏവർക്കും ദൈവ മക്കളായി. ഒന്നുകൂടെ പറഞ്ഞേ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന. വിശ്വാസം എന്ന് പറയുന്നത് ബുദ്ധിപരമായൊരു അറിവാണ്. പലർക്കും ബുദ്ധിപരമായി യേശുവിനെ അറിയാം. സൺഡേ സ്കൂളിൽ വെച്ച് അറിയാം, അപ്പച്ചൻ പറഞ്ഞറിയാം, അമ്മ പഠിപ്പിച്ചതറിയാം, യേശുവിനെ അറിയാം. പക്ഷേ യേശുവിനെ അറിയുന്നതിനപ്പുറമാണ് കൈക്കൊള്ളുക എന്ന് പറയുന്നത്. പലർക്കും യേശുവിനെ അറിയാം, അറിയത്തില്ലേ? അറിയാം. യേശുവിനെ അറിയാത്ത ആരുണ്ട്? യേശുവിനെ അറിയാവുന്നവരാണ് ഭൂരിപക്ഷം. ഒത്തിരി പേർക്ക് യേശുവിനെ അറിയാം. അറിവ് പോരാ മക്കളെ, അറിവ് പോരാ. ഞാൻ അത്ഭുതപ്പെട്ടു പോയ 1-2 സന്ദർഭങ്ങളുണ്ട്. ഒന്ന്, തിരുവനന്തപുരത്ത് ഞങ്ങളുടെ ഒരു ഹോൾ ഉദ്ഘാടനം നടക്കുകയാണ്. ആ ഹോൾ ഉദ്ഘാടനം നടക്കുമ്പോൾ അത് ഒത്തിരി പ്രതിസന്ധികളിലൂടെ നടത്തപ്പെട്ട ഒരു ഹോളിൻ്റെ പണിയാണ്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, സഹോദരൻ, സഭയുടെ ശുശ്രൂഷകൻ, അതുകൊണ്ട് തന്നെ ഞാനായിരുന്നു അതിൻ്റെ ആ ഇനാഗുറൽ സർവീസിൻ്റെ അധ്യക്ഷൻ. അന്ന് അവിടുത്തെ MLA വന്നു, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. അദ്ദേഹത്തിന് ഈ പണിയുടെ ബന്ധത്തിലൊക്കെ അദ്ദേഹം ചെറിയ സഹായങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ തൻ്റെ സഹായങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഏതായാലും അദ്ദേഹം ആശംസയ്ക്ക് എഴുന്നേറ്റു. എൻ്റെ അമ്മ, എന്തൊരാശംസയായിരുന്നു! 1.5 ആശംസയായിരുന്നത്. പുള്ളിക്കാരൻ പ്രസംഗിച്ച് വന്നപ്പം പറഞ്ഞു, ക്രിസ്തുയേശുവിൻ്റെ നസ്രത്ത് മാനിഫെസ്റ്റോ. നിങ്ങൾക്കറിയാം എന്താണെന്ന്? നസ്രത്ത് മാനിഫെസ്റ്റോ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവായ യേശുവിൻ്റെ പ്രകടന പത്രികയാണ്. പീഡിതർക്ക് സാന്ത്വനം കൊടുക്കുവാൻ, ബദ്ധരോട് സുവിശേഷം അറിയിക്കാൻ, എന്ന് കൂടർക്ക് കാഴ്ച കൊടുക്കാൻ എന്ന് വന്ന് പറഞ്ഞിട്ട് ദരിദ്രരോട് എപ്പോഴും ഒരുമനപ്പെട്ട, ഹി വാസ് ഓൾവേസ് വിത്ത് ദ ലാസ്റ്റ്, ലീസ്റ്റ് ആൻഡ് ലോസ്റ്റ്. അരികവൽക്കരിക്കപ്പെട്ട, ഒഴിവാക്കപ്പെട്ട ആ കമ്മ്യൂണിറ്റിയോട് ചേർന്ന് കിടന്ന കർത്താവായ യേശു ക്രിസ്തു, ദരിദ്രരോട് ചേർന്ന് കിടന്ന തൊഴിലാളി വർഗ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായിരുന്ന ക്രിസ്തു, പുള്ളി പറയണം, അഖിൽ ലോക തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ച് ശക്തരാകുവിൻ എന്ന് മാർക്സ് പറഞ്ഞെങ്കിൽ ക്രിസ്തു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എൻ്റെ അടുക്ക്. ഇങ്ങനെ പുള്ളി വളരെ ശാന്തമായിട്ട് പറഞ്ഞ് ലാറ്റിൻ അമേരിക്കയിലെ ലിബറേഷൻ തിയോളജി, ബ്ലാക്ക് അമേരിക്കൻ തിയോളജി, എന്തിനേറെ ഇന്ത്യയിൽ 1980കളിൽ ശേഷം രൂപപ്പെട്ട ദളിത് ക്രിസ്ത്യൻ തിയോളജി, ഒരു ദൈവശാസ്ത്ര ശാഖയാണ് ദളിത് ക്രിസ്ത്യൻ മൂവ്മെൻറ്റ്. അതിനെപ്പറ്റിയുള്ള പഠനം, യേശുക്രിസ്തുവിൻ്റെ ജഡാവതാരത്തിലെ സ്ത്രീകളുടെ അന്നത്തെ സംഭവങ്ങൾ, താമാർ, രഹാബ്, ഇതെല്ലാം പറഞ്ഞിട്ട് ക്രിസ്തു എന്നും ദരിദ്രരുടെ പക്ഷത്തായിരുന്നു പറഞ്ഞിട്ട് അദ്ദേഹം ഏറ്റവും ഒടുവിൽ പറഞ്ഞു, അങ്ങനെ ക്രിസ്തുയേശുവിൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ എൻ്റെ മുമ്പിരിക്കുന്ന സഹോദരീ സഹോദരന്മാരെ, ഒരു കയ്യിൽ ചെങ്കൊടിയും മറുകൈയിൽ വിശുദ്ധ ബൈബിളും എടുത്തുകൊണ്ട് നമുക്ക് ഒരുമിക്കാം എന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചിമാർ യേശുവിൻ്റെ രക്തം, ഗ്ലോറി, ഹല്ലേലൂയ, പുള്ളി എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞായിരുന്നു, എല്ലാവരും എഴുന്നേറ്റ് ചെയ്യുന്നതിന് തീരുമാനമെടുത്തേനെ. അതിങ്ങനെ ഒഴുകിയായിരുന്നു. അത് അറിവ് കൊണ്ട് മാത്രം കാര്യമില്ല. അറിവ് ബുദ്ധിപരമാണ്. അറിവിനപ്പുറത്തേക്ക് അനുഭവമാകുമ്പോഴാണ് കൈക്കൊള്ളുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അറിവ് എന്താകണം? അനുഭവം ബുദ്ധിപരമാണ്. യേശുവിനെ അറിയാവുന്ന എത്രയോ പേരുണ്ട്. യേശുവിനെക്കുറിച്ചൊരു സംസാരിക്കാൻ പറഞ്ഞാൽ 1.5 മണിക്കൂർ നമ്മളെക്കാട്ടി നല്ല സുവിശേഷ പ്രസംഗം നടത്തുവരാണ്. ഞാൻ അവരോട് ആരും വിയോജിപ്പില്ല. പക്ഷേ എൻ്റെ ചോദ്യം, അറിവ് മാത്രം പോരാ, നമുക്കും
നമുക്ക് അത്രയും പോലും അറിയത്തില്ലല്ലോ. കാരണം എൻ്റെ ഒരു സുഹൃത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ട്രെയിനിൽ ഇരിപ്പുണ്ട്. അദ്ദേഹം ജന്മം കൊണ്ട് ഒരു ഹൈന്ദവ സഹോദരനാണ്. ഇദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ ആരാണ്? പാസ്റ്ററാ. എടുത്ത വഴിയിൽ അദ്ദേഹത്തോട് പറയുകയാണ്, മത്തായി സുവിശേഷം 5, 6, 7 അധ്യായത്തിലെ 111 വാക്യങ്ങൾ എനിക്ക് മനപ്പാടമാണെന്ന് പറഞ്ഞു. പാസ്റ്റർ ഞെട്ടിപ്പോയി. പുള്ളി അന്നേരമാണ് അറിയുന്നത് 5, 6, 7 അധ്യായത്തിൽ 111 വാക്യമുണ്ടെന്ന്. എനിക്കും അറിയത്തില്ലായിരുന്നു. നിങ്ങൾക്കറിയാവും? ഇല്ല. പക്ഷെ അദ്ദേഹത്തിന് അറിയായിരുന്നു. അറിവ് മാത്രം പോരാ. അറിവ് എന്താകണം? നമ്മുടെ അനുഭവമായിട്ട് മാറണം. അതിന് ഞാൻ സാധാരണ പറയുന്ന ഒരു കഥയുണ്ട്. കഥ ക്രിസ്മസ് കാലത്ത് കേട്ടതാണ്. ക്രിസ്മസ് വന്നു. അപ്പോൾ ഒരു വെസ്റ്റേൺ കോണ്ടസ്റ്റാണ്, പശ്ചാത്തലം. അവിടെ ഒരു സ്കൂൾ, പള്ളിയോട് ചേർന്നൊരു പള്ളിക്കൂടം, പള്ളിയുടെ സ്കൂള്. അപ്പോൾ ആ സ്കൂളിൽ പള്ളിക്കാർ പറഞ്ഞു, പള്ളി കമ്മിറ്റി പറഞ്ഞു, എല്ലാ ക്ലാസ്സുകാരും ഓരോ കരോൾ സർവീസിന് ഓരോ പ്രോഗ്രാം നടത്തണം. സമ്മതിച്ചു. അങ്ങനെ ഓരോ ക്ലാസ്സുകാർക്ക് ഓരോ പ്രോഗ്രാം കൊടുത്തു. 8ാം ക്ലാസ്സുമായിട്ട് പറഞ്ഞ് നിങ്ങളൊരു നാടകം അവതരിപ്പിക്കണം. അവരെ റെഡിയായി. യേശു കർത്താവിൻ്റെ തിരുപ്പിറവി നാടകമാക്കണം. അവർ സ്ക്രിപ്റ്റ് എഴുതി നാടകം പഠിച്ചു. എല്ലാം റെഡിയായി, നാടകം ഓക്കെ. പക്ഷേ ഇവിടെ മുമ്പിലുള്ളൊരു പ്രശ്നം, ആ ക്ലാസ്സിൽ ഇച്ചിരി സ്ലോ ആയിട്ടുള്ളൊരു കുട്ടിയുണ്ട്. അവന് പഠിക്കാൻ മണ്ടന, സംസാരിക്കാൻ പാടാ. നമുക്കറിയാം, പല പിള്ളേരും ഇന്ന് പല രീതി ക്ലാസിഫൈ ചെയ്യപ്പെടാറുണ്ട്. ചിലർ ഹൈപ്പറാ. കേട്ടിട്ടുണ്ടോ? പിള്ളേർ ഇച്ചിരി എന്താ ഹൈപ്പറ, ഭയങ്കര ടെൻഷൻ. അപ്പനും അമ്മയ്ക്കും ഹൈപ്പറ. എൻ്റെ പൊന്നെ, ഈ ഹൈപ്പർ എന്നൊന്നും ആരെങ്കിലും പറഞ്ഞ് കേട്ട് ടെൻഷൻ അടിക്കരുത്. കൊച്ചിൻ്റെ അപ്പനും ഹൈപ്പറായിരുന്നു. പക്ഷെ അന്ന് ഹൈപ്പർ എന്ന് പറയത്തില്ല, ഇച്ചിരി മെന കൂടുതലാണ്, കുസൃതി കൂടുതലാണ്. കേട്ടിട്ടുണ്ടോ? അതിൻ്റെ പേരാ എന്ത്? ഹൈപ്പർ എല്ലാം ശരിയായി. എങ്ങനെ ശരിയായേ? ഹൈപ്പർ ശരിയായത് അവരെ അരസൈക്കിൾ പഠിപ്പിച്ചു. ഇവിടെ പിടിച്ചപ്പോൾ എന്തോ പഠിച്ചു? അരസൈക്കിള്. ഇവിടെ പിടിച്ചൊരു ഞുള്ളുണ്ടാ അരസൈക്കിളെ ആവട്ടെ. പിന്നെ കണക്ക് സാറുമാർ ഇങ്ങോട്ട് പിടിച്ചിട്ടുണ്ട്, ഇവിടെ പിച്ചു ആമ്പിള്ളാരുടെ. അന്നേരം എന്തോ ചവിട്ടും? ഫുൾ സൈക്കിൾ. ചവിട്ടിട്ടുണ്ടോ? അരസൈക്കിളും കൺസംബദറെ ഫുൾ സൈക്കിള് ഇവിടെ പിടിക്കുമ്പോൾ ഫുൾ സൈക്കിൾ. അത് എനിക്ക് ഇപ്പോഴും അറിയാൻ വയ്യാത്തൊരു കാര്യമുണ്ട്. ടാൻ തീറ്റ, കോസ് തീറ്റ, സൈൻ തീറ്റ. അതിനാണ്ട് ഒരു ഗുണവും വരാത്തൊരു സാധനം. ലോകത്താർക്കും ഒരു ഗുണം ഇന്ന് വരെ ഉണ്ടാകാത്ത കുറേ സാധനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഫുൾ സൈക്കിളും അരസൈക്കിളും ചവിട്ടി. ഗുണം വണ്ടേ ഉണ്ടായോ? ഉണ്ടായി. ഹൈപ്പർ നോർമലായി. അടിയോടടി ഹൈപ്പർ എന്തായി? നോർമലായി. ഹൈപ്പർ എന്നൊന്നും കേട്ട് പേടിക്കരുത്. സോന്നും കേട്ട് പേടിക്കരുത്. പിള്ളേരെല്ലാം അങ്ങ് ആയിക്കോളും. അത് പ്രാർത്ഥിച്ചാൽ മതി. എല്ലാവരും ശരിയാകും. ആമേൻ പറയാമെങ്കിൽ ഒന്ന് ആമേൻ വന്നേ. എല്ലാവരും ശരിയാകും. അതുകൊണ്ടല്ല ഇന്ന് ഹൈപ്പറൊക്കെ ഉദ്ദേശിയായിട്ടൊക്കെ നടക്കുന്നത്. എല്ലാവരും ശരിയാകും. കുരുത്തക്കേട്ട പറഞ്ഞൊക്കെ ശരിയായില്ലേ? ശരിയായി. അപ്പോൾ എന്താ, നമ്മൾ ചിലരെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ? ചുക്കില്ലാത്ത കഷായവും ഇല്ല, അവനില്ലാത്ത വഴക്കുമില്ല. അവരെല്ലാം എന്ത് ചെയ്യും? ഇപ്പം സെൻട്രൽ പാസ്റ്റർ, സീനിയർ പാസ്റ്റർ എല്ലാം ആയില്ലേ? എന്താ കാര്യം ചോദിച്ചാൽ, ദൈവം അങ്ങനെയൊക്കെ എല്ലാവരെയും രൂപാന്തരപ്പെടുത്തിയെടുക്കും. അപ്പോൾ ഈ കൊച്ചൻ സ്ലോയാണ്, അവന് പറയാനും പാടാം. അപ്പോൾ അവനെ അങ്ങ് ഒഴിവാക്കാൻ തീരുമാനിച്ചു. അപ്പം കുറച്ചേർ പറഞ്ഞു, അങ്ങനെയല്ല, പാപത്തിനെ ഒഴിവാക്കരുത്, ഈശോ സഹിക്കത്തില്ല. ഒടുവിൽ അവനെ ചേർത്തപ്പോൾ അവനൊരു റോള് കൊടുത്ത്, എന്തെങ്കിലും കൊടുക്കണ്ടേ മോനെ, എന്തെങ്കിലും കൊടുക്കണ്ടേ? അവന് കൊടുത്ത റോൾ ഇതാണ്. ജോസഫ് മറിയത്തെ താങ്ങി പിടിച്ചുകൊണ്ട് വരും. പൂർണ്ണ ഗർഭിണിയാണ്. വന്ന് വാതുക്കം മുട്ടുമ്പോൾ ഇവൻ്റെ ജോലി സത്ര ഉടയവൻ, ഇൻകീപ്പർ. ഒന്ന് മുട്ടുമ്പോൾ കതക് തുറക്കും. ജോസഫ് ചോദിക്കും, ഒരു മുറി തരാമോ? സോറി, ഇവിടെ മുറിയില്ലെന്ന് പറയണം, കഥ അടയ്ക്കണം. അത്രയും പഠിക്കാൻ തന്നെ പാടുപെട്ടു. കട്ടം പൊങ്ങി, നാടകം തുടങ്ങി. ജോസഫ് മറിയത്തെ കൊണ്ട് വരികയാണ്. വന്ന് മുട്ടി. ഈ കുട്ടി വാതിൽ തുറന്നു. അവന് പക്ഷേ ജോസഫ് പാവമല്ലേ അവൻ. ജോസഫിനെ മറിയത്തെ കണ്ടപ്പോൾ നാടകമാണെന്ന് മറന്നുപോയി. അവനങ്ങ് സങ്കടം വന്നു. പണ്ടേ ദുർബല, പിന്നെ ഗർഭിണി, പാവം, പേര് വഴിയൊക്കെ ചേർത്താൻ നഷ്ടപ്പെട്ട് നടന്നു വരിക. ഇവന് കണ്ടപ്പോൾ അങ്ങ് സങ്കടം. അവനിങ്ങനെ നോക്കി നിൽക്കുക. ജോസഫ് ചോദിച്ചു, ഒരു സ്ഥലം മുറി തരാമോ? ഇവനൊന്നും മിണ്ടുന്നില്ല. ടീച്ചർമാർ അവിടെ കിടന്നുകൊണ്ട് ഉറക്കെ പറഞ്ഞു, വാലസ് ടെൽ നോ പ്ലേസ്. ഒടുവിൽ വാലസ് കഷ്ടപ്പെട്ട് പറഞ്ഞു, സോറി നോ പ്ലേസ്. എന്നിട്ട് എന്തോ അടയ്ക്കണം, കഥ അടയ്ക്കണം. പക്ഷേ ഈ പാവം കഥ അടച്ചില്ലടാ. അവനിങ്ങനെ നോക്കി നിൽക്കുക. ജോസഫ് തിരിച്ചു പോയി. കുറച്ചു നേരം തിരിച്ചു പോയപ്പോൾ ഇവനങ്ങ് കരച്ചിൽ വരിക. പാവത്തിൻ്റെ പോക്ക് കണ്ടില്ലേ? അയ്യോ പാവം. ഈ കുട്ടിയുടെ പേര് വാലസ് എന്നാ. വാലസ് പാവമാണ്. അവൻ കുറച്ച് കഴിഞ്ഞപ്പം കൈ കൊട്ടി. ജോസഫ് തിരിഞ്ഞു നോക്കിയപ്പം പറഞ്ഞു, ബാ എൻ്റെ മുറി തന്നേക്കാമെന്ന് പറഞ്ഞു. എൻ്റെ മുറി തരാമെന്ന് പറഞ്ഞു. ഇനി നാടകം എങ്ങനെ മുമ്പോട്ട് പോകും? ഇനി ഇടയന്മാർ വരണം, വിദ്വാൻമാർ വരണം, പൊന്നും മൂരും കുന്തിരിക്കവും കാഴ്ച വെക്കണം. അതൊക്കെ തീർന്നില്ലേ? നാടകം തീർന്നു, തിരുപ്പിറവി തീർന്നു. പക്ഷേ വാലസ് ജനമെല്ലാം എഴുന്നേറ്റ് ചെയ്യുന്നു, കൈയടിക്കാൻ തുടങ്ങി. ആ പ്രാവശ്യത്തെ ഏറ്റവും നല്ല
നാടകമായിട്ട് തിരഞ്ഞെടുത്തു. പാവമാണെങ്കിലും അവൻ പറഞ്ഞു, എൻ്റെ മുറി തന്നേക്കാം, ഇതാ രക്ഷ, എൻ്റെ മുറി, എൻ്റെ ഹൃദയം നിനക്ക് തന്നേക്കാം. ഇത് ജ്ഞാനികൾക്ക് മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയൊരു സത്യം. രക്ഷയ്ക്കാവില്ല. നമുക്ക് വേണ്ടി ശിക്ഷയേറ്റ കർത്താവ് നമ്മുടെ മുറി എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഹൃദയം. എൻ്റെ ഹൃദയത്തിൽ നിനക്കിടമുണ്ട് എന്ന് പറഞ്ഞ് ഹൃദയം തുറന്നു കൊടുക്കുമ്പോൾ അവിടെയൊക്കെ കർത്താവ് വസിക്കും. കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് അവിടെയൊക്കെ കർത്താവ് വസിക്കും. വ്യക്തിപരമായി കർത്താവിനെ സ്വീകരിക്കണം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും മക്കളായി തീരാം. ഇന്നത്തെ മനുഷ്യൻ്റെ പ്രശ്നം എന്നറിയാമോ? അനാഥത്വമാണ്. അനാഥത്വം. ആ അച്ചായന് ഏറ്റവും മിനിമം ഒരു 65 വയസ്സ് കാണും. ആ മനുഷ്യൻ എൻ്റെ അടുക്ക് കിടന്ന് കരയുകയാണ്. വല്ലാതെ കരഞ്ഞു. പാസ്റ്റർ, എനിക്ക് ആരുമില്ല. ആരുമില്ലെന്ന് 65കാരൻ പറയുന്നു. ഞാൻ ചോദിച്ചാൽ പറഞ്ഞു, അപ്പനും അമ്മയും മരിച്ചുപോയി പാസ്റ്റേ, എനിക്ക് ആരുമില്ല. അപ്പനും അമ്മയും മരിച്ചവരെ സാധാരണ നമ്മൾ അനാഥരെന്ന് വിളിക്കും. കൊച്ചു പിള്ളേരുടെ അപ്പനും അമ്മയും മരിച്ചാൽ നമ്മളവരെ എന്തെന്ന് വിളിക്കും? അനാഥർ. പക്ഷെ ഒരു കാര്യം ഓർത്തോണേ, ഏത് പ്രായത്തിലും അപ്പനും അമ്മയും മരിച്ചാൽ അനാഥര, അഡൽട്ട് ഓർഫൻ എന്ന് പറയും. അഡൽട്ട് ഓർഫൻ അല്ലേ? നമുക്കിപ്പം പ്രായമായി, മക്കളായി, കൊച്ചുമക്കളായി, മക്കളെ കെട്ടിക്കാറായി. എന്നാലും വീട്ടിൽ വരുമ്പോൾ, സ്വന്തം വീട്ടിൽ വരുമ്പോൾ അമ്മയുണ്ടെങ്കിലല്ലേ ഒരു സന്തോഷമുള്ളൂ. അമ്മയുണ്ടെങ്കിൽ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കെട്ടിപ്പറക്കി തരത്തില്ലേ? എന്തെങ്കിലുമൊക്കെ. ഒന്നുമില്ലെങ്കിൽ 2 ചക്കച്ചുളയാണെങ്കിലും പറക്കി, കുറച്ച് ചക്കക്കുരു വന്നിലും തന്നു വിടത്തില്ലേ? തരും. അതിന് ആര് വേണം? അമ്മ വേണ്ടേ? അമ്മയുണ്ടെങ്കിലല്ലേ വീട്ടിൽ പോകാനൊക്കത്തുള്ളൂ. അമ്മ ഇല്ലെങ്കിൽ അവൾ ആരാ? അനാഥയ. അച്ഛനില്ലെങ്കിൽ ആരാ? അനാഥയ അല്ലേ? അഡൽട്ട് ഓർഫൻ. അനാഥര മക്കളെ, അനാഥര. മനുഷ്യരെല്ലാം അനാഥര. പക്ഷേ ഏത് മനുഷ്യനും ഏത് പ്രായത്തിലും അനാഥരാകാം. അനാഥത്വം മാറ്റുന്ന ഒരുവനുണ്ട്. കാൺമീൻ നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടാൻ. യേശുവിനെ കൈക്കൊണ്ട് കഴിഞ്ഞാൽ ആ അപ്പനും ഒരിക്കലും മരിക്കില്ല. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടത്തില്ല. ഏത് പ്രായത്തിലും അനാഥത്വം ഫീൽ ചെയ്യപ്പെടാം. അനാഥത്വം മാറ്റുന്ന ഒരിടമുണ്ട്. കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്താൽ പിന്നെ നീ അനാഥനല്ല. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധി, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധേ. എൻ കാരം പീഡിച്ചാനുദീനന്മാരു പൂവിൽ നടത്താമൻ ഉരച്ചവനൊരു നാളും മറക്കുകയില്ല. എൻ കാരം പീഡി മരുഭൂവി നടത്താമൻ ഉരച്ചവനൊരു നാളും മറക്കുകയില്ല. അപ്പം നമ്മളെ ഒരു നാളും അനാഥനായി വിടാത്ത ഒരു കർത്താവിൻ്റെ മക്കളായി മാറാം. ഹല്ലേലൂയ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് രക്ഷിക്കപ്പെടുക. ദൈവത്തിന് ഹൃദയം കൊടുക്കുക. ദൈവത്തിന് ഹൃദയം കൊടുക്കുക. വ്യക്തിപരമായി കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണെന്നുള്ള ആ അറിവിലും ബോധ്യത്തിലും എൻ്റെ പാപത്തിന് വേണ്ടി എൻ്റെ പാപം വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി എൻ്റെ ശിക്ഷ ഏറ്റെടുത്ത എൻ്റെ കർത്താവിന് എൻ്റെ ഹൃദയം കൊടുക്കുമ്പോൾ നാം ക്രിസ്തുവിലായി. മക്കളെ, ക്രിസ്തുവിലായ ഒരു ഗുണമുണ്ട്. പിശാച് വന്ന് പറയും, ഇവന് ഇന്ന തെറ്റിന് ഇന്ന ശിക്ഷ കൊടുക്കണം. തെറ്റുകൾ നിരത്തപ്പെടുമ്പോൾ കർത്താവ് പറയും, അതേ, തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം. പക്ഷേ ഇവനെ നോക്കിക്കേ, ഇവൻ ഇപ്പോൾ എന്നിലാണ്, അവൻ്റെ ശിക്ഷ കഴിഞ്ഞു. ഹല്ലേലൂയ. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. മനുഷ്യകുലത്തിൽ എല്ലാവർക്കും വേണ്ടി യേശു ശിക്ഷ ഏറ്റു. ഈ ശിക്ഷയേറ്റത് എല്ലാവർക്കും വേണ്ടിയാണെങ്കിൽ, ഒരുവൻ്റെ ലംഘനത്താൽ എല്ലാവരും പാപികളായെങ്കിൽ, ഒരുവൻ്റെ അനുസരണത്താൽ എല്ലാവർക്കും നീതീകരിക്കപ്പെടേണ്ടതിന് അവിടുന്ന് നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അതിനെ നമ്മൾ സ്വീകരിക്കുന്നത് വിശ്വാസത്താലാണ്. രക്ഷ സൗജന്യമാണ് കേട്ടോ. ഇത്ര വലിയ രക്ഷ അത് അഗണ്യമാക്കി കളയരുത്. രക്ഷ സൗജന്യമാണ്. പക്ഷേ ഒരിക്കലും രക്ഷ വിലയില്ലാത്തതല്ല. സാൽവേഷൻ, ഗ്രേസ് ഈസ് ഫ്രീ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ചീപ്പ്.
ഗ്രേസ് ഈസ് ഫ്രീ ബട്ട് ഇറ്റ് ഈസ് നോട്ട് ചീപ്പ്. ബോണോഫർ എന്ന ജർമ്മൻ ദൈവശാസ്ത്രജ്ഞൻ്റെ വാക്കുകളാണ്. അത് ഫ്രീ ആണ്, ചീപ്പല്ല. ഒരാൾ ബലം മുടക്കി. ആര് ബലം മുടക്കി? യേശു ക്രിസ്തു തൻ്റെ തങ്ക തിരുമേനി നമുക്ക് വേണ്ടി തകർത്ത് അവിടുത്തെ രക്തം നമുക്ക് വേണ്ടി ഊറ്റി മാനവരക്ഷ സമൂഹത്തിന്, മാനവജാതിക്ക് രക്ഷ സൗജന്യമാക്കി. ആർക്കും ഈ രക്ഷ പ്രാപിക്കാം. എങ്ങനെ? വിശ്വാസത്താൽ. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ മക്കളെ, ഒരു കിണറ്റിലേക്ക് നമ്മൾ വഴുതി വീണു. അവിടെ കിടന്ന് കയ്യും കാലും ഇട്ട് അടിക്കുമ്പോൾ ഓടി വന്നവർ നമുക്കൊരു കയറിറക്കി. നമ്മൾ ആ കയറിൽ എന്ത് ചെയ്യണം? പിടിക്കണം. പറഞ്ഞേ, കയറിൽ എന്തോ ചെയ്യണം? പിടിക്കണം. കയറെ പിടിച്ചാൽ മതി, പിടിവിടരുത്, പിടിച്ച് കിടന്നാൽ മതി. അത് കരയ്ക്ക് നിൽക്കുന്നവർ പൊക്കിയെടുക്കും. ഇതുപോലെ മനുഷ്യൻ്റെ നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്ന മനുഷ്യനെ രക്ഷിക്കുവാൻ സ്വർഗസ്ഥനായ ദൈവം ഒരു കയറ് ഭൂമിയിലേക്ക് ഇറക്കി. ആ കയറിൻ്റെ പേരാ യേശു ക്രിസ്തു. ആ കയറേൽ ഒന്ന് പിടിച്ചാൽ, വിശ്വസിച്ചാൽ, ഹല്ലേലൂയ, നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വാസത്താൽ, ഹല്ലേലൂയ, നാം ഹല്ലേലൂയ, വിശ്വാസത്താലുള്ള നീതീകരണത്തെപ്പറ്റി അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. വിശ്വസിച്ചാൽ നാം ദൈവത്തിൻ്റെ മഹത്വം കാണും. ഈ രക്ഷയെ വിശ്വാസത്താൽ സ്പർശിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടുത്തെ നീതിയാൽ നാം പുതയ്ക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. നമ്മുടെ പാപം എത്ര അതിനെ ഹിമം പോലെ വെളുപ്പിക്കും. അതുകൊണ്ട് ഇത്ര വലിയ രക്ഷയെ അഗണ്യമാക്കി കളയരുത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരായ എല്ലാ സഹോദരങ്ങളെ, ഇന്ന് വരെയും കർത്താവായ യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്തിട്ടില്ലെങ്കിൽ, ഒരു പക്ഷേ നമ്മൾ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു, സൺഡേ സ്കൂളിൽ പഠിച്ചു, എന്ന വ്യക്തിപരമായി രക്ഷ എന്നുള്ളത് യേശുവിന് ഹൃദയം കൊടുത്തിട്ടില്ലെങ്കിൽ, വചനം പറയുന്നു, ഇപ്പോളാകുന്നു രക്ഷാ ദിവസം, ഇപ്പോളാകുന്നു സുപ്രസാദകാലം. ഹല്ലേലൂയ. മരീബിലെയും മസാനാളിനെ പോലെ നിങ്ങളുടെ ഹൃദയത്തെ എന്താക്കരുത്? കഠിനമാക്കരുത്. യേശുവിന് വേണ്ടി ഹൃദയം തുറക്കുക. യേശുവിനെ ഹൃദയത്തെ സ്വീകരിക്കുക. അവിടുന്ന് വസിക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മളെന്ന ദേവാലയത്തിലാണ്. നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. അതുകൊണ്ട് ഇന്ന് രാത്രി യേശുവിന് ഹൃദയം കൊടുക്കാത്തവർ യേശു കർത്താവിന് ഈ വാലസ് പറഞ്ഞതുപോലെ പറയണം, എൻ്റെ മുറി തന്നേക്കാ. അതാണ് കൈക്കൊള്ളുക. എൻ്റെ ഹൃദയം അങ്ങയ്ക്ക്, എൻ്റെ ഹൃദയം അങ്ങയ്ക്ക്, എൻ്റെ ഹൃദയം അങ്ങയ്ക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക. യേശു ശിക്ഷിക്കപ്പെട്ട യേശുവിനെ അവരെ ഗബ്ബത മുതൽ ഗാഗുൽത്ത വരെ കുരിശുമെടുത്ത് നടത്തി 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിച്ചു. എന്തിനാണ് ക്രൂശിച്ചത്? ഗലാത്യ ലേഖനം പറയുന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി എന്തായി? ശാപമായി. അവർ ക്രൂശിക്കപ്പെടാൻ നിർബന്ധിക്കാൻ കാര്യം മനുഷ്യകുലത്തിൻ്റെ മേൽ ശാപമുണ്ട്. എങ്ങനെ ശാപം വന്നു? ശിക്ഷ കിട്ടുമെന്നറിഞ്ഞിട്ട് മനുഷ്യൻ തെറ്റ് ചെയ്തപ്പോൾ ദൈവം ശിക്ഷ കഠിനമാക്കി. എന്താണ് ശിക്ഷയുടെ കഠിനമാക്കിയത്? ശിക്ഷ എനിക്കാണെങ്കിൽ ശാപം മക്കൾക്കൂടെ വരുന്നതാ. 3 തലമുറ വരെ, 4 തലമുറ വരെ എന്ത് വരാം? ശാപം വരാം. ശാപം വരുമെന്ന് പറഞ്ഞത് ശപിക്കാനല്ല, മക്കളെ ഓർത്ത് മര്യാദയ്ക്ക് ജീവിക്കണം. അപ്പനും അമ്മയും ജീവിക്കുന്ന ആർക്ക് വേണ്ടിയാ? മക്കൾക്ക് വേണ്ടിയാ, കൊച്ചുമക്കൾക്ക് വേണ്ടിയാ, അല്ലേ? അപ്പം ഇവരെ ഓർത്ത് മര്യാദയ്ക്ക് ജീവിക്കണം. പക്ഷേ ശാപം വരുമെന്നറിഞ്ഞിട്ടും ശാപപ്രവൃത്തികൾ ചെയ്തു. ഫലം എന്തുണ്ടായി? മനുഷ്യൻ്റെ മേൽ ശാപം വന്നു. ഏത് ജനിച്ച് വീഴുന്ന കുഞ്ഞിൻ്റെ മുകളിൽ ഒരു ശാപം കാണാം. എങ്ങനെ? അപ്പനിലൂടെ, അമ്മയിലൂടെ, അപ്പൂപ്പനിലൂടെ, വല്യമ്മയിലൂടെ ഒക്കെ ശാപങ്ങൾ വന്ന് കയറാം. ഈ ശാപം പിടിച്ച മനുഷ്യൻ ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടി വന്ന യേശുവേ എന്ന് വിളിക്കുമ്പോൾ ഒരു കാര്യം സംഭവിക്കും. അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികളായി നമ്മുടെ മേൽ വരികയും ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് അവൻ നമ്മളെ ക്രിസ്തു മുഖാന്തരം ഒടിവിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് വിരോധവും പ്രതികൂലമായ കയ്യെഴുത്ത് മായിച്ച് ക്രൂശി തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളയും, അല്ലേ? വിരോധവും പ്രതികൂലമായ ചില വാദങ്ങൾ ഒരുപക്ഷെ തലമുറയായി വാദിക്കാം. ആ വാദങ്ങളെ ക്യാൻസൽ ചെയ്യുന്ന ഒരിടമുണ്ട്, അതാണ് ക്രൂശ്. അതുകൊണ്ടാണ് വചനം പറയുന്നു, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം എന്ന്, രക്ഷിക്കപ്പെടുന്ന നമുക്കത് എന്താണ്? ദൈവശക്തി. ഇത് ഞാൻ എത്ര പ്രസംഗിച്ചാലും നിങ്ങൾക്കത് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല. എന്നാൽ വിശ്വസിച്ചുകൊണ്ട് ഒരുവൻ ക്രൂശിൻ്റെ ചോട്ടി വന്ന യേശുവേ, ശാപം പിടിച്ചൊരു വീടാണ് അനുഭവിക്കാൻ ഒത്തിരി
അപ്പൂപ്പന്മാരും കാരണവന്മാരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രക്ഷിക്കണേ ചെല്ല് പറയാറില്ലേ, എന്ത് ചെയ്തിട്ടും ശരിയാകുന്നില്ല, വേട്ടപ്പട്ടിയെ പോലെ എന്തോ ഒന്ന് പിന്തുടരുന്നു, പല വഴികൾ നോക്കി, ഇനി അനുഭവിച്ച് തീർക്കാം. വിധിയെ പഴിക്കുന്ന മനുഷ്യൻ്റെ ശാപത്തെ അഴിക്കുന്ന ഒരിടമുണ്ട്, അതാണ് ക്രൂശ്. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവന് ഭോഷത്ത, എന്നാൽ രക്ഷിക്കപ്പെടുന്നവന് അവന് വിരോധം പ്രതികൂലമായ കൈയെഴുത്ത് മാറ്റി അവൻ്റെ മേലുള്ള ശാപത്തിൻ്റെ ചങ്ങലകളെ പൊട്ടിച്ച്, ഹല്ലേലൂയ, അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശു ജാതികളായി നമുക്ക് വരേണ്ടതിന് അവിടുന്ന് ക്രൂശിതനായി. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു സ്വന്തം തോളിൽ തല ചായ്ച്ചു മരിച്ചു. സാധാരണ പലരും ചോദിക്കും, യേശു മരിക്കുമോ, ദൈവം മരിക്കുമോ? യേശു ദൈവമാണെങ്കിൽ മരിക്കുമോ? ഇല്ല. ദൈവത്തിന് മരണമുണ്ടോ? ഇല്ല. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു. അടുത്ത വചനം പറഞ്ഞേ, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാ. ദൈവം മരണമില്ലാത്തവൻ, പിന്നെ എന്തിന് യേശു മരിച്ചു? മരണം കൊണ്ട് മരണത്തെ ജയിക്കാൻ യേശു മരിക്കേണ്ടത് ആവശ്യമായിരുന്നു. മരണം കൊണ്ട് മരണത്തെ ജയിക്കാൻ വേണ്ടി യേശു നമുക്ക് വേണ്ടി മരണം ആസ്വദിച്ചു. എബ്രായ ലേഖന കർത്താവ് പറയുന്നു, അവൻ മരണം ആസ്വദിച്ചു. മരണം ആസ്വദിച്ചു. എന്തിനു മരിച്ചു? ഹി വാസ് ടേസ്റ്റിംഗ് ദ പെയിൻ ഓഫ് ഡെത്ത്. മരണത്തിൻ്റെ വേദന ആവോളം രുചിച്ചു. എന്തിന്? ജീവപര്യന്തം മരണഭീതിയിലായിരുന്ന നമുക്ക് മരണത്തിനപ്പുറം ഒരു വഴി തുറന്നു കൊടുക്കാൻ വേണ്ടി യേശു മരിച്ചു. യേശു മരിച്ചു. ഹല്ലേലൂയ. മരിച്ച യേശുവിനെ അരിമത്തിലെ ജോസഫിൻ്റെ കല്ലറയിൽ അടക്കപ്പെട്ടു. മൂന്നാം നാൾ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. ശിഷ്യർ നോക്കി നിൽക്കുക, സ്വർഗാരോഹണം ചെയ്യുന്നു. എന്നാൽ കല്ലറ വരുമ്പോൾ ദൂതന്മാർ പറയുന്ന ഒരു വാക്കുണ്ട്, അവൻ ഇവിടെ ഇല്ല, അവൻ ഇവിടെ ഇല്ല. ഹല്ലേലൂയ. ദൂതൻ ഇറങ്ങി കല്ല് ഉരുട്ടി മാറ്റി. അവൻ ഇവിടെ ഇല്ല, അവൻ ഇവിടെ. മരണത്തിന് അവനെ പിടിച്ചു വെക്കാൻ ഒത്തില്ല. യേശു മരിച്ചു. എന്തിനു മരിച്ചു? നമ്മുടെ മരണം മാറ്റാൻ മരിച്ചു. യേശു ശിക്ഷ ഏറ്റു, നാം രക്ഷിക്കപ്പെട്ടു. യേശു മരിച്ചത് കൊണ്ട് നമുക്ക് നിത്യജീവൻ ഉണ്ടാകുന്നു. എന്നാൽ ആ നിത്യജീവന് നമ്മൾ അവകാശികളാകണമെങ്കിൽ യേശുവിൻ്റെ മരണത്തോട് നമ്മൾ അനുരൂപപ്പെടണം. മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. എല്ലാവരും പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ. ഇന്ന് ലോകം കാത്തിരിക്കുന്ന ഏറ്റവും വലിയൊരു ഒരു സംഭവം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരിക. മിഡിൽ ഈസ്റ്റിൻ്റെ സംഭവങ്ങൾ, ഇസ്രായേലുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം വിളിച്ചു പറയുന്നു. പ്രവചനങ്ങൾ ഓരോന്നോരോന്നോരോന്നോരായി നിവർത്തീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ കർത്താവ് ഇങ്ങ് അടുക്കൽ വാതുക്കലായി. ഹല്ലേലൂയ. കർത്താവ് അടുക്കൽ വാതുക്കലായി. ഒരു നമ്പറിനാൽ നിയന്ത്രിക്കപ്പെടാൻ ഇനി അധികം സമയമൊന്നും വേണ്ട. ഇന്ന് തന്നെ എല്ലാം നമ്പറാ, സകലതും നമ്പറാ, ആധാർ നമ്പറാ, എല്ലാം നമ്പറായി. ഇനി മനുഷ്യൻ നമ്പറിനാൽ നിയന്ത്രിക്കപ്പെടും. പലയിടത്തും നമ്പർ മാത്രം മതി. പ്രിയമുള്ളവരെ, ആ കാലത്തിലേക്ക് വരികയാണ്. അത് വന്നെടുക്കുന്നതിന് മുമ്പ് കർത്താവ് താൻ ഗംഭീരനാദത്തോടും ദൈവദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവിടുത്തെ എതിരേൽപ്പാൻ, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അപ്പം കർത്താവ് വരും. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇനി യേശു രണ്ടാം മേഘപ്രത്യക്ഷതയിൽ സംഭവിക്കുന്നത്, ഇവിടെ കയറി വരുവിന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ മരിച്ചവർ അക്ഷയരായി ഉയർക്കും, ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും. എന്നാൽ ആ പുനരുത്ഥാനത്തിൽ പങ്കുചേരണമെങ്കിൽ യേശുവിൻ്റെ മരണത്തിൽ പങ്കുചേരണം. യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. പറഞ്ഞേ, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. മരണത്തിൽ പങ്കുചേർന്നാലേ എന്തിൽ പങ്കുചേരാൻ ഒക്കത്തുള്ളൂ? ഉയർപ്പി പങ്കുചേരാൻ ഒക്കത്തുള്ളൂ. മക്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ? യേശു ഒന്നുകൂടെ പറഞ്ഞേ, യേശു മരിച്ചു, അടക്കപ്പെട്ടു. മരണത്തിൽ പങ്കുചേർന്നെങ്കിലേ എന്തിൽ പങ്കുചേരത്തുള്ളൂ? ഉയർപ്പിൽ പങ്കുചേരാൻ ഒക്കത്തുള്ളൂ, അല്ലേ? മരണത്തിൽ പങ്കുചേരണം. മരണത്തിൽ എങ്ങനെ പങ്കുചേരാം? റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നു, അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നിങ്ങൾ ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. അങ്ങനെ സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ കുഴിച്ചിടപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നാനം എന്തിന്? നിങ്ങൾ സ്നാനപ്പെടണം, രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം. എന്തിന് സ്നാനം? യേശുക്രിസ്തുവിൻ്റെ മരണത്തോട് അനുരൂപപ്പെടുവാൻ. എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ കർത്താവിൻ്റെ മരണം എൻ്റെ മരണമാണെന്ന് ലോകത്തോട് വിളിച്ച് പറഞ്ഞ് ആ മരണത്തോട് ഐക്യമത്യപ്പെടാൻ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സുവർണാവസരമാണ് സ്നാനമെന്ന് പറയുക. ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ മരണത്തോട് പങ്കുചേരുക. ഗലാത്യ ലേഖനം 3-27-28 ക്രിസ്തുവിനോട് ചേരുവാൻ, ഹല്ലേലൂയ, ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെടുവാൻ, ക്രിസ്തുവിനോട് കൂടെ മരിക്കുവാൻ ദൈവം ഒരുക്കി വെച്ച വഴി സ്നാനം. ഹല്ലേലൂയ. പെന്തക്കോസ്ത് സമൂഹം ഏറെ ആക്ഷേപിക്കപ്പെട്ട പല കാര്യങ്ങളിലും ഒന്ന് സ്നാനമായിരുന്നു. കലക്കവെള്ളത്തിൽ അവർ മുങ്ങി. എന്നിട്ടും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു നൊസ്റ്റാൾജിക് മെമ്മറി ഉണ്ട്. ഇന്ന് എനിക്കിപ്പം പ്രായം 53 കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കുറേ വർഷങ്ങളായി ഞങ്ങളുടെ ചർച്ചയിൽ മുറ്റത്ത് സ്നാനക്കുളമുണ്ട്. എത്രയോ പേര് അവിടെ സ്നാനപ്പെട്ടു. എന്നാലും ഒരു നൊസ്റ്റാൾജിക് മെമ്മറി മനസ്സിൽ കിടപ്പുണ്ട്. സ്നാനപ്പെടുന്ന ദിവസം എല്ലാവരും റോഡിലെ ഒരരികി ചേർന്ന് നടന്നു പോകും. വേദപുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിക്കും. റാന്നി വലിയ പള്ളി പ്രബലപ്പെട്ട പള്ളി. 10 മണിയാകുമ്പോഴത്തേന് പള്ളി പിരിഞ്ഞ് വീഴും. പള്ളി പിരിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ, പള്ളിക്ക് ഓപ്പോസിറ്റ് ആൾക്കാർ വരുമ്പോൾ ഒരു ലജ്ജയില്ലാതെ വെള്ള സാരിയും വെള്ള മുണ്ടും വെള്ള ഷർട്ടും ഒക്കെ ഉടുത്ത് ആ വേദപുസ്തകം നെഞ്ചോടിങ്ങനെ ചേർത്ത് പിടിച്ച് ഒറ്റ പോക. ലോകമേതും യോഗ്യം അല്ലെനിക്കതാൽ ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ, നാഥനു മുൾമുടി നൽകിയ ലോകമേ നീതരും പേരനിക്കെന്തിനാ, നാഥനു മുൾമുടി നൽകിയ ലോകമേ നീതരും പേരനിക്കെന്തിനാ. സാക്ഷികൾ സമൂഹം എൻ്റെ ചുറ്റിലോ നിൽക്കുന്നായിരങ്ങൾ ആകയാൽ ഞാൻ, സാക്ഷികൾ സമൂഹം എൻ്റെ ചുറ്റിലോ നിൽക്കുന്നായിരങ്ങൾ ആകയാൽ ഞാൻ, പാപവും ശാരവും വിട്ടു ഞാനോടുവാൻ നേരവും യേശുവേ നോക്കിടോ, ഭാരവും പാപവും വിട്ടു ഞാനോടുവാൻ നേരവും യേശുവേ നോക്കിടോ. സാക്ഷ്യം പാടിക്കൊണ്ട് പോകുക. പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രം അവൻ കൂടെ, സ്നാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവൻ. അങ്ങനെ റാന്നിയുടെ ആ കനാനായ സമുദായത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യം സ്നാനമേറ്റത് എൻ്റെ വല്യപ്പൻ്റെ പെങ്ങളാണ്. ഏലമ്മ കൊച്ചമ്മ സാധുവായ സ്ത്രീ സ്നാനമേറ്റ് വന്നപ്പോൾ കാർന്നവരെ അടിക്കാൻ നിന്നപ്പോൾ സ്നാനപ്പെടുത്തിയ ആൾക്കാർ ആറ്റിക്കൂടെ തന്നെ നീന്തിപ്പോയി. അമ്മച്ചിയെ പൊക്കിക്കൊണ്ടുവന്ന് പള്ളിമേടെ കൊണ്ടുവന്നു. 7 അച്ഛന്മാർ നിരന്നിരുന്ന് വിസ്തരിച്ചപ്പോൾ കൊച്ചു കൃഷകാത്രയായിരുന്ന ആ പാവ സ്ത്രീ ഓരോ ചോദ്യത്തിനും വചനം കൊണ്ട് ഉത്തരം പറഞ്ഞപ്പോൾ അച്ഛന്മാർ കാർന്നവന്മാരെ വിളിച്ചു പറഞ്ഞു, പിടിവിട്ട കേസാ, പൊക്കോട്ട് തൊടാൻ പോണ്ടെന്ന് പറഞ്ഞു. അവൾ സംസാരിക്കുന്നത് മനുഷ്യാത്മാവിലല്ല ദൈവാത്മാവിലാണെന്നൊരു കൊച്ചു കൃഷകാത്രി ആത്മാവിൽ സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ചരിത്രത്തിൻ്റെ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ആ കൽപ്പന വായിച്ച് മുടക്കിയത് ഞങ്ങളുടെ കുടുംബത്തെയാണ്. കാരണം സ്നാനപ്പെടാത്താൻ വേണ്ടി CC മാത്യു സാർ എന്ന് പറയുന്ന ആ വലിയ ദൈവദാസൻ നിൽക്കുമ്പോൾ ആറ്റി എന്നുകൊണ്ട് വിളിച്ച് ചോദിച്ചു, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് തടസ്സം? കല്യാണം കഴിഞ്ഞിട്ട് ആഴ്ചകളോ മാസങ്ങളോ മാത്രമായ എൻ്റെ അമ്മ തെക്കും ബുക്കും നോക്കി ആരോടും ചോദിക്കാതെ എടുത്തൊരൊറ്റ ചാട്ടം വെച്ച് കൊടുത്തു. അത് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ഒരു കാര്യം എനിക്കറിയാം, അന്ന് മുടക്കിയത് നന്നായി, അന്ന് ഇറങ്ങിയത് നന്നായി. ഒരു പ്രിയമുള്ളവരെ, അതുകൊണ്ട് എത്രയോ ആയിരങ്ങൾ അതിൻ്റെ പിന്നാലെ ഇറങ്ങി. ഒരു കാര്യം ഞാൻ പറയട്ടെ, സ്നാനം യേശുവിനോട് ചേരുവാൻ. ഹല്ലേലൂയ. എന്തിനാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ സ്നാനത്തോട് ഇത്ര പ്രശ്നം? എത്ര കേസുകൾ എന്തിനാ? ഇപ്പം നമുക്കറിയാം, മതപരിവർത്തനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പ്രശ്നങ്ങൾ ഭാരതത്തിൽ നടക്കുന്നു. അതിൻ്റെ വിഷയങ്ങളല്ല എൻ്റെ ഈ എളിയവൻ്റെ വിഷയം. എങ്കിലും പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്ന സ്നാനപ്പെടുത്തുമ്പോഴാണ്, അല്ലേ? സ്നാനപ്പെടുത്തുമ്പോൾ എന്തിനാ ഇത്ര പ്രശ്നം? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക, എന്തിനാ ഈ സ്നാനം എല്ലായിടത്തും ഇല്ലേ? പുലർക്കാലത്ത് എഴുന്നേറ്റ് പമ്പ നദിയിൽ പോയി മുങ്ങി എഴുന്നേറ്റല്ലേ അവർ എല്ലാ ഹൈന്ദവ സഹോദരങ്ങളും അമ്പലങ്ങളിലേക്ക് പോവുക, കർമ്മങ്ങൾ ചെയ്യുക. സ്നാനം ഒരു പൊതു വിഷയമല്ലേ? എല്ലാ മതങ്ങളിലും ഇല്ലേ? പിന്നെ എന്തിനാ ഞങ്ങൾ സ്നാനപ്പെടുമ്പോൾ ഇത്ര പ്രശ്നം? ആ സ്നാനമല്ല ഈ സ്നാനം. ഈ സ്നാനം ജഡത്തിൻ്റെ അഴുക്ക് കളയാനല്ല. ഈ സ്നാനം എന്തിന്? തൻ്റെ മരിച്ചടക്കപ്പെട്ട യേശുവിനോട് ചേരുവാൻ.
അങ്ങനെ ചേരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ മേൽ പിടിച്ചിരുന്ന ആദാമ്യ മരണത്തിൻ്റെ ചങ്ങല എന്നേക്കുമായിട്ട് പൊട്ടിപ്പോരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് സ്നാനപ്പെട്ട് അങ്ങോട്ട് കയറുമ്പോൾ നമ്മൾ പാടും, പറവോനു ഞാൻ ഇനി അടിമയല്ല, പറവോനു ഞാൻ ഇനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതനെ കടന്നുപോയി, സംഹാരദൂതനെ കടന്നുപോയി. അപ്പോൾ സ്നാനം യേശുവിനോട് ചേരുവാൻ മർക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിൽ അകപ്പെടും. മത്തായി സുവിശേഷത്തിലെ ഗ്രേറ്റ് കമ്മീഷൻ, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കണം, ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ എന്താക്കണം, ശിഷ്യരാക്കണം. ഞാൻ ഓരോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഇരിക്കുക. അപ്പോൾ സ്നാനം യേശുവിനോട് ചേരുവാൻ, സ്നാനം യേശുവിൻ്റെ മരണത്തോട് അനുഭവപ്പെടുവാൻ, സ്നാനത്തിൽ ക്രിസ്തുവിനെ ധരിക്കുവാൻ. വചനം പറയുന്നു, യേശു സ്നാനപ്പെടാൻ വന്നപ്പോൾ യോഹന്നാൻ വിലക്കുമ്പോൾ യേശു കർത്താവ് പറയുന്നു, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. സ്നാനം ദൈവത്തിൻ്റെ നീതി. സ്നാനപ്പെടാനുള്ള പ്രായം, പ്രിയമുള്ളവരെ, ചൈൽഡ് ബാപ്റ്റിസം ശരിയല്ല, അഡൽട്ട് ബാപ്റ്റിസവും ശരിയല്ല. വേദപുസ്തക വീക്ഷണത്തിൽ ശിശുസ്നാനവും ഇല്ല, മുതിർന്ന സ്നാനവും ഇല്ല. സ്നാനപ്പെടാനുള്ള പ്രായം വിശ്വസിക്കാനുള്ള പ്രായം. എന്ത് വിശ്വസിക്കാൻ? എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചുവെന്ന്, അവിടുന്ന് എനിക്ക് വേണ്ടി ശിക്ഷയേറ്റെന്ന്, അവിടുന്ന് എനിക്ക് വേണ്ടി ശാപമൃത്യു മരിച്ചുവെന്ന്, അവിടുന്ന് എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റെന്ന്, എന്നെ ചേർക്കാൻ വീണ്ടും വരുമെന്ന് വിശ്വസിക്കാനുള്ള പ്രായം. വിശ്വസിക്കുന്നവരെ വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും? അങ്ങനെയെങ്കിൽ ഇന്ന് ഈ എളിയവൻ ചോദിച്ചോട്ടെ, ഇതാ വെള്ളം, ഞാൻ സ്നാനം ഏൽക്കുന്നതിന് എന്ത് തടസ്സം? ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം. വിശ്വസിച്ചിട്ട് ഇതുവരെയും സ്നാനം ഏറ്റിട്ടില്ല, എന്നാൽ ഈ സെഷൻ കൺവെൻഷൻ്റെ എളിയദാസൻ ചോദിക്കട്ടെ, എനിക്കൊരവസരം ലഭിച്ചാൽ സ്നാനപ്പെടാൻ ആഗ്രഹമുണ്ട്, ഞാൻ ഇതുവരെയും വിശ്വാസ സ്നാനം സ്വീകരിച്ചിട്ടില്ല, എനിക്ക് സ്നാനപ്പെടാൻ ഒന്നുകൂടെ പറയട്ടെ, സ്നാനപ്പെടാനുള്ള പ്രായം വിശ്വസിക്കാനുള്ള പ്രായം. ഒന്നുകൂടെ പറയട്ടെ, സ്നാനപ്പെടാനുള്ള പ്രായം എന്ത് വിശ്വസിക്കാൻ? യേശു മരിച്ചു എന്ന് വിശ്വസിക്കാൻ. ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി. അങ്ങനെ യേശുവിനെ എനിക്ക് വേണ്ടി യേശു മരിച്ച് എൻ്റെ രക്ഷകനാണ് കർത്താവ് എന്ന് സ്വീകരിച്ചവർ, അവർ സ്നാനപ്പെടണം. ഹല്ലേലൂയ. അത് ദൈവത്തിൻ്റെ വചനം. ഒന്നുകൂടെ പറയും, വിശ്വസിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ഞാൻ ഇതുവരെയും സ്നാനപ്പെട്ടിട്ടില്ല, എന്നാൽ എനിക്ക് സ്നാനപ്പെടാനൊരു ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, മക്കളാകട്ടെ വലിയവരാകട്ടെ, ഇന്ന് സ്നാനപ്പെടണമെന്നല്ല, എനിക്ക് സ്നാനപ്പെടാൻ എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചേ, എനിക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെന്നുള്ളവരൊന്ന് കരമുയർത്താമോ? ഞാനിതുവരെ സ്നാനപ്പെട്ടിട്ടില്ല, പക്ഷേ എനിക്ക് സ്നാനപ്പെടാൻ ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന്, അവരുടെ മക്കളാകട്ടെ വലിയവരാകട്ടെ, സ്നാനപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തിയാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? ഇന്ന് രാത്രി ഓൺലൈനിലൂടെ കേൾക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും തീരുമാനങ്ങളിൽ ഭാഗമാകാം. ഞാൻ ഇതുവരെയും സ്നാനപ്പെട്ടിട്ടില്ല, എന്നാൽ എനിക്ക് സ്നാനപ്പെടണം. ഇപ്പോളാകുന്ന രക്ഷാദിവസം, ഇപ്പോളാകുന്നു സുപ്രസാദ കാലം. ഹല്ലേലൂയ. നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രി വീണ്ടും വെളിവൻ ചോദിക്കുന്നു, നിർബന്ധം സുവിശേഷകൻ നിലയിൽ ഞങ്ങളുടെ മേൽ കിടക്കുന്നു. ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല, എന്നാൽ എൻ്റെ സ്നാനം എനിക്ക് ബോധ്യമായി. സ്നാനം യേശുവിനോട് ചേരുവാൻ, യേശുവിൻ്റെ മരണത്തോട് ചേരുവാൻ, അതിനെ എനിക്കിതുവരെ സാധിച്ചിട്ടില്ല, എന്നാൽ അങ്ങനെ ആഗ്രഹമുണ്ടെന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ് ഒരു ദൈവദാസൻ എന്ന നിലയിൽ. ഹല്ലേലൂയ. ഭൂമിയുടെ ഉദയം മുതൽ അസ്തമയം വരെ യേശു കർത്താവ് മനുഷ്യനെ വിളിക്കുകയാണ്. എന്താണ് നിങ്ങളെ പിന്നോട്ട് വലിക്കുക? പിന്നോട്ട് വലിക്കുന്ന എല്ലാത്തതിനോടും ഒന്ന് സടകുടഞ്ഞെഴുന്നേറ്റാൽ, ഒരു സ്റ്റെപ്പ് വെച്ചാൽ നമുക്ക് വേണ്ടി സ്വർഗം ചായ്ച്ചിറങ്ങി വരുന്ന ഒരു ദൈവം ഉണ്ടെന്ന് മറന്നു പോകരുത്. സ്നാനം യേശുവിൻ്റെ മരണത്തോട് ചേരുവാൻ. എന്നാൽ എന്ത് ലഭിക്കും? പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. 3, പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് പരിശുദ്ധാത്മ സ്നാനം? മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം, മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യം. ഇവിടെ എല്ലാം യോഹന്നാൻ സ്നാപകൻ പറയുന്നു, എൻ്റെ പിന്നാലെ വരുന്ന യേശുക്രിസ്തു അവിടുന്ന് നിങ്ങളെ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവിനാലും
തീയിലും എന്തു ചെയ്യും? സ്നാനം കഴിപ്പിക്കും. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും. മർക്കോസ് പറയുന്നു പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും. പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കണം. ഹല്ലേലൂയ. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് യെരൂശലേം വിട്ടു പോകാതെ എന്തു ചെയ്യണം? കാത്തിരിക്കണം. എന്നാൽ വാഗ്ദത്തം നിങ്ങൾക്ക് ലഭിക്കും. അതൊരു കൽപ്പനയാണ്. ഹി ഓർഡേർഡ് ദം ഡു നോട്ട് ഡിപ്പാർട്ട് ഫ്രം ജെറുസലേം. നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുതെന്ന് കൽപ്പിച്ചു. അത് പരിശുദ്ധാത്മ സ്നാനം ഒരു ഓപ്ഷനാണോ ഒരു ഓർഡറാണോ? പരിശുദ്ധാത്മ സ്നാനം അപ്പോസ്തലപ്രവൃത്തി 1:4 എന്ന് കൽപ്പിച്ചു. ഹി ഓർഡേർഡ് ദം ഡു നോട്ട് ഡിപ്പാർട്ട് ഫ്രം ജെറുസലേം അണ്ടിൽ യു റിസീവ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മ സ്നാനം ഓർഡറാണോ ഓപ്ഷനാണോ? ഓർഡറാണ്. ഓർഡറാണെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ. ഉവ്വ് കർത്താവേ എന്ന് പറഞ്ഞ് കാത്തിരിക്കണം. ഉവ്വ് കർത്താവേ എന്ന് പറഞ്ഞ് കാത്തിരിക്കണം. ഓപ്ഷനല്ല. പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുകയോ അതൊന്നും അല്ല. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണോ? അപ്പോസ്തലപ്രവൃത്തി 19 ചോദിക്കും, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? കേട്ടിട്ട് പോലും ഇല്ലെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ സ്നാനം എന്ത്? കാരണം എന്നാന്ന് ചോദിച്ചാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ് സ്നാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം അവരെന്ത് കേട്ടിരിക്കണം? പരിശുദ്ധാത്മാവെന്ന് കേട്ട്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ സ്നാനം ആരുടെ സ്നാനം? യോഹന്നാൻ്റെ സ്നാനം. പൗലോസ് അവിടെ മേൽ കൈവച്ചപ്പോൾ അവിടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. പത്രോസ് വചനം പ്രസംഗിച്ചപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 10:44 അവർ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അപ്പോസ്തലപ്രവൃത്തി 2 അവർ കൂടിയിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവരെല്ലാവരും ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ എന്തിൽ സംസാരിച്ചു? അന്യഭാഷകളിൽ സംസാരിച്ചു. അപ്പോൾ 3 പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കണം. കാത്തിരുന്ന് പ്രാപിക്കണം. ഹല്ലേലൂയ. 1 രക്ഷിക്കപ്പെടണം, 2 എന്ത് ചെയ്യണം? സ്നാനപ്പെടണം, 3 എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. എല്ലാവരും പറഞ്ഞേ എന്ത് പ്രാപിക്കണം? പരിശുദ്ധാത്മ. ഇവിടെ എനിക്ക് ചെറിയൊരു വിയോജിപ്പുണ്ട്. ദൈവമക്കൾ പെന്തക്കോസ്തുകാർ ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കപ്പെട്ടത് എന്തിൻ്റെ പേരിൽ? അന്യഭാഷയുടെ പേരിൽ ആണോ? ഏറ്റവും കൂടുതൽ മിമിക്രിക്കാരും സ്കൂളിൽ പോകുമ്പോഴും സാറന്മാരും എല്ലാം കളിയാക്കിയത് എന്തിൻ്റെ പേരില്ല? അന്യഭാഷയുടെ പേരില്ല. പക്ഷേ ഇന്ന് നമ്മളെ അന്യഭാഷയുടെ പേരിൽ കളിയാക്കാൻ ഒക്കെയിരുന്ന് തോന്നുന്നില്ല. കാര്യമായ വ്യത്യാസങ്ങളില്ലാതെ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. കത്തോലിക്ക കരിസ്മാറ്റിക് സമൂഹത്തിൽ എന്ത് പറയുന്നുണ്ട്? അന്യഭാഷ. ശാലോം TV ഒക്കെ നോക്കിയാൽ മതി. അവിടെ നൈറ്റ് വിജിലും പെന്തക്കോസ്ത ധ്യാനങ്ങളിലും എല്ലാം എന്തുണ്ട്? പരിശുദ്ധാത്മാവിന് വേണ്ടി പെന്തക്കോസ്ത ധ്യാനം നടത്താറുണ്ട്. അവർ പരിശുദ്ധാത്മാവിനെ അന്യഭാഷകളിൽ സ്തുതിക്കുന്നു. മർത്തോമാക്കാരുടെയൊക്കെ കൂട്ടായ്മകളുണ്ട്. കണ്ടിട്ടുണ്ടോ? കൂട്ടായ്മകൾ, പള്ളിയല്ല, എന്ത് കൂട്ടായ്മ. അങ്ങനെയുള്ള ഒത്തിരി കൂട്ടായ്മകൾ ഞങ്ങളുടെ ദേശത്തുണ്ട്. ആ കൂട്ടായ്മകളിൽ എന്തുണ്ട്? പരിശുദ്ധാത്മ സ്നാനമുണ്ട്, അന്യഭാഷയുണ്ട്, കൃപാവരങ്ങളുണ്ട്. പക്ഷേ ഞാൻ ഇവരെ എല്ലാം പഠിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അവർ തിങ്കൾ മുതൽ ശനി വരെ അന്യഭാഷയൊക്കെ പറയും. പക്ഷേ എന്ന് പറയത്തില്ല. ഞായറാഴ്ച ഡീസൻ്റായിട്ട് പോയിട്ട് കുർബാനയൊക്കെ ചൊല്ലി തിരിച്ചു വരും. പക്ഷേ എൻ്റെ സമൂഹത്തിൻ്റെ പ്രശ്നം പറ്റി തിങ്കൾ മുതൽ ശനി വരെ മിണ്ടത്തില്ല എന്ന് മാത്രം പറയും. ഞായറാഴ്ച മാത്രം പറഞ്ഞില്ല. അതാണോ പരിശുദ്ധാത്മാവ്? അല്ല. എല്ലാവരും പരിശുദ്ധാത്മാവ് പ്രാപിക്കണം. എല്ലാവരും കൂടി. അപ്പോസ്തലപ്രവൃത്തി എവിടെയെല്ലാം പരിശുദ്ധാത്മാവ് വന്നോ അതിൻ്റെ പേഴ്സൻറ്റേജ് എത്ര ആയിരുന്നു അറിയാമോ? 100% ആയിരുന്നു. കൂടിയിരുന്ന എല്ലാവരും എന്ത് പ്രാപിച്ചു? ആത്മസ്നാനം പ്രാപിച്ചു. എന്തടയാളത്തോടെ? അന്യഭാഷ അടയാളത്തോടെ. കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. അന്യഭാഷ അടയാളത്തോടെ പരിശുദ്ധാത്മസ്നാനം പ്രാപിക്കണം. പരിശുദ്ധാത്മസ്നാനം പ്രാപിക്കണം. അന്യഭാഷ. എന്താണ് അന്യഭാഷ? ഏറെ കളിയാക്കപ്പെട്ടത് അന്യഭാഷയുടെ പേരില്ല. എന്തുമാത്രം കളിയാക്കപ്പെട്ടു. എന്നാലും അന്യഭാഷ ഭാഷണം ഇന്ന് കൂടുകയാണ്. എത്രയോ പേർ ശാസ്ത്രജ്ഞർ അന്യഭാഷ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഡോക്ടേഴ്സ് അന്യഭാഷ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാർ അന്യഭാഷ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. സാധാരണ തൊഴിലാളികൾ അന്യഭാഷ പറഞ്ഞ് ജോലി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചുമടെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്യഭാഷ യാതൊരു വ്യത്യാസങ്ങളുമില്ലാതെ ലോകമെമ്പാടും വിവിധ ഗോളങ്ങളിൽ, വിവിധ ഭാഷകളിൽ, വിവിധ ഗോത്രങ്ങളുള്ളവർ ആത്മസ്നാനം പ്രാപിച്ച ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നമ്മൾ ആത്മനിറവുള്ളവരായി, ആത്മാവിൻ്റെ നടത്തിപ്പുള്ളവരായി, ആത്മകൃപയിൽ ആത്മസ്നാനം പ്രാപിച്ച് ഈ ദിവസങ്ങളിൽ അധികം ആത്മാവിൽ വളരണം. ഹല്ലേലൂയ. എന്തിനാണ് ആത്മസ്നാനം പ്രാപിക്കുക? ആത്മാവാം ദൈവത്തെ എങ്ങനെ ആരാധിക്കണം? ആത്മാവിൽ ആരാധിക്കണം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമര്യക്കാരത്തി വന്ന്
കർത്താവിനോട് സംസാരിക്കുമ്പോൾ അവൾക്കിതൊക്കെയാണെങ്കിലും ആരാധനയെക്കുറിച്ച് അറിയാം. അവൾ പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാർ അവിടെയാണ് ആരാധിച്ചത്. കർത്താവ് പറഞ്ഞു, അവിടെയും അല്ല, ഇങ്ങനെയൊന്നും അല്ല, ദൈവം ആത്മാവാകുന്നു, ആത്മാവാം ദൈവത്തെ അങ്ങനെ ആരാധിക്കണം, ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ഗോഡ് ഈസ് സ്പിരിറ്റ്. ദൈവം ആത്മാവാകുന്നു, ആത്മാവാം ദൈവത്തെ എങ്ങനെ ആരാധിക്കണം? ആത്മാവിൽ ആരാധിക്കണം. കേരളത്തിൻ്റെ ഒരു വലിയ ഫിലോസഫറായിരുന്ന, ഭാരതീയ ദർശനങ്ങൾ അഗാധ പാണ്ഡിത്യം കൊണ്ടായിരുന്ന മഹാനുഭാവനായ ഒരു വലിയ സന്യാസി ശ്രേഷ്ഠൻ്റെ കുറിപ്പ് ഞാൻ വായിച്ചിട്ടുണ്ട്. ആ പേപ്പർ കട്ടിങ് എൻ്റെ ഇന്നില്ല, ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അദ്ദേഹം എഴുതി, അന്ന് അദ്ദേഹം നടന്നു യാത്ര ചെയ്യപ്പോൾ ഒരു പെന്തക്കോസ്ത് ദേവാലയം അറിയാൻ വേണ്ടി കൗതുകത്തോടെ അദ്ദേഹം ആ ആരാധനാലയത്തിൻ്റെ പുറകിൽ പോയിരുന്നു. അദ്ദേഹം സാക്ഷ്യപ്പെടുത്തി എഴുതി, അവിടെ എന്താ നടക്കുന്നത്? അവർ പാട്ടുകൾ പാടുന്നു, അവർ കൈകളടിക്കുന്നു, താളത്തിൽ പാടുന്നു. പാട്ടുകളുടെ ഒടുവിൽ അവരെന്തൊക്കെയോ സംസാരിക്കുന്നു. അവരെന്താണ് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അദൃശ്യമായ ആരോടോ അവർ സംസാരിക്കുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അവരുടെ മുഖങ്ങളിൽ അഭൗമികമായ ഒരു ദൈവിക സന്തോഷവും തേജസ്സും വിളയാടുന്നത് ഞാൻ കണ്ടെന്ന് ഒരു ദാർശനികം സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഒരു കാര്യം ഓർത്തോണം പ്രിയരേ, ആത്മസ്നാനം അന്യഭാഷ അടയാളത്തോടെ പ്രാപിക്കണം. ഹല്ലേലൂയ. സ്തുതിച്ച് ആരാധിച്ചേ, എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ആത്മസ്നാനം അന്യഭാഷ സ്നാനപ്പെടണം. സ്നാനപ്പെടാത്തവർ സ്നാനപ്പെടണം, ദീർഘിപ്പിക്കരുത്. മൂന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മസ്നാനം പ്രാപിക്കണം. അന്യഭാഷ അടയാളത്തോടെ കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിൽ പറയുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു. ആരോടല്ല? മനുഷ്യരോടല്ല, ദൈവത്തോട് സംസാരിക്കുന്നു. ആരും എന്ത് ചെയ്യുന്നില്ല? തിരിച്ചറിയുന്നില്ല. എങ്കിലും അവർ തനിക്ക് തന്നെ എന്ത് വരുത്തുന്നു? ആത്മീയ വർധന വരുത്തുന്നു. അവർ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. മുമ്പോട്ട് പോകുമ്പോൾ പറയുകയാണ്, ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കും, ഞാൻ ആത്മാവിൽ പാടും. ആത്മാവിൽ പ്രാർത്ഥിക്കാം, ആത്മാവിൽ പാടാം. ഹല്ലേലൂയ. അതാരും തിരിച്ചറിയുന്നില്ല. എല്ലാവരും പറഞ്ഞേ, എന്ത് ചെയ്യുന്നില്ല? ആരും തിരിച്ചറിയുന്നില്ല. ഞാൻ ആത്മസ്നാനം 6-ാം ക്ലാസ്സിൽ വെച്ച് പ്രാപിച്ചു. വലിയ അറിവില്ലായിരുന്ന സമയത്ത് എന്തിലും പിന്നെ എന്തെല്ലാം പ്രശ്നങ്ങളിൽ കൂടെ പോയി. മക്കളെ, കരണ്ടടിച്ച് മരിച്ചു വീണിട്ടുണ്ട്. ഉണർന്നു വന്നത് അന്യഭാഷ പറഞ്ഞ് പമ്പാനദി ഇരുകര മുങ്ങിക്കിടക്കുമ്പോൾ ആവേശത്തിൽ എടുത്തു ചാടി അക്കരെ നീന്തി പകുതിക്ക് വെച്ച് മുങ്ങിപ്പോയി. പിന്നെ കയറൊക്കെ കെട്ടി വന്ന് വലിച്ച് കയറ്റുമ്പോൾ മുങ്ങിപ്പോയ ഞാൻ 3 വട്ടം പൊങ്ങി വന്നത് അന്യഭാഷ പറഞ്ഞത്. അക്കരെ നീന്തിയത് അന്യഭാഷ പറഞ്ഞ്. ഒരു കാര്യം എനിക്കറിയാം, ഇത് മരിപ്പിക്കുന്നതല്ല, ജീവിപ്പിക്കുന്ന ആത്മാവാണ്. ഇത് മരിപ്പിക്കുന്ന ആത്മാവല്ല, ഇത് പെന്തക്കോസ്തുകാരുടെ സെക്ഷൻ കൺവെൻഷനാണ്. ഇത് മരിപ്പിക്കുന്ന ആത്മാവല്ല, ജീവിപ്പിക്കുന്ന ആത്മാവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ വസിക്കുന്ന എൻ്റെ ആത്മാവ് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കോ. ഹല്ലേലൂയ. കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ച് ഹല്ലേലൂയ. ആത്മസ്നാനം പ്രാപിക്കണം, ആത്മസ്നാനം പ്രാപിക്കണം. അതൊരു അപമാനമല്ല, അതൊരു അഭിമാനമാണ്. അതൊരു അപമാനമല്ല, അതൊരു അഭിമാനമാണ്. അത് ആർക്ക് കിട്ടും? ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ആർത്തിയുള്ളവനെ തൃപ്തി വരുത്തും, വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കും. ഹല്ലേലൂയ. സങ്കീർത്തനം 107 പറയുന്നു, ആർത്തിയുള്ളവൻ എന്ത് വരുത്തും? തൃപ്തി വരുത്തും. വിശപ്പുള്ളവനെ എന്ത് ചെയ്യും? നന്മ കൊണ്ട് നിറയ്ക്കും. പരിശുദ്ധാത്മസ്നാനം പ്രാപിക്കണം. അന്യഭാഷകൾ ദൈവത്തെ സ്തുതിക്കണം. അതാരും എന്ത് ചെയ്യുന്നില്ല? തിരിച്ചറിയുന്നില്ല. ഞാനതിന് തിരിച്ചറിയാത്തില്ല. ഒരു പ്രശ്നം എനിക്കും ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോഴും പരിശുദ്ധാത്മാവിൽ ആരാധിക്കുമ്പോഴും എവിടെ നിന്നില്ലാത്തൊരു സന്ദേഹം എന്നെയും ഗ്രസിച്ചു. ഞാൻ എന്താണ് പറയുന്നത് എനിക്കും മനസ്സിലാകുന്നില്ലല്ലോ. എന്നോട് ദൈവം പലപ്പോഴും ടിപ്പിക്കലായിട്ട് സംസാരിക്കും. കാലം മുമ്പോട്ട് പോയി ശുശ്രൂഷകനായി അപ്പോഴും ആ സന്ദേഹം ബാക്കി നിന്നു. ഞാൻ എന്താണ് പറയുന്നത്? ഉത്തരം കിട്ടി മക്കളെ, ഉത്തരം കിട്ടി. എങ്ങനെയാണെന്നറിയോ? കല്യാണം കഴിച്ച് മക്കളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഉത്തരം കിട്ടുന്ന 6-ാം ക്ലാസ്സിൽ പ്രാപിച്ച ആത്മാവ് എന്താണ് ഞാൻ പറയുന്നത്? എനിക്കുള്ള ഉത്തരം, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഒരു വട്ടം എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് വരികയാണ്. 2 കുഞ്ഞുങ്ങളിൽ അന്നുണ്ട്. അതിനകത്ത് 2ാമത്തൻ മഹാപിപ്പിരി. അവൻ കൊച്ചു കുഞ്ഞ്, അവൻ കണ്ടിയെ കിടന്ന് ഭയങ്കര ബഹളം. അങ്ങ് ഒരു മാരുതി ഒമിനി വാൻ ചവിട്ടി തൂക്കുക, അവൻ ചവിട്ടി പൊളിക്കുക. എന്താന്ന് ചോദിക്കുമ്പോൾ അവൻ ഇത്രയും പറയുന്നുണ്ട്, 2-3 വേണം, 2-3 വേണം, 2-3. ഇതവൻ പറയുന്നത് ഒരു കാര്യശാലും അങ്ങനെ കണ്ടിട്ടില്ലേ? പിള്ളേരിങ്ങനെ വാശി പിടിച്ച് കരയും. എന്തുവാ 2-3 എന്താ? ഞാനിങ്ങനെ അറിയും.
വലിച്ചൊരു ഏറ് വെച്ച് കൊടുക്കാൻ തോന്നും, കളയാൻ നോക്കൂ, ഇല്ല. സഹിച്ച് കഷ്ടപ്പെട്ട് കൊട്ടാരക്കര വന്നപ്പോൾ ഒരു കടയുടെ മുമ്പിൽ നിർത്തി. കടയുടെ മുമ്പിൽ നിർത്തിയപ്പോൾ അവിടെ ഒരു പന്ത് തൂങ്ങി കിടപ്പുണ്ട്. ആ പന്തേ നോക്കി അവൻ പറഞ്ഞു 2-3. പന്ത് മേടിച്ച് കൊടുത്തു. കൊച്ചിനൊക്കെ ആയി. വീട്ടിൽ വന്ന് ഞാൻ എൻ്റെ അപ്പായോട് പറഞ്ഞു, തിരുവനന്തപുരം മുതൽ കൊട്ടാരക്കര വരെ കരഞ്ഞു. 2-3 ഒരു പന്ത് കൊടുത്തപ്പോൾ ഓക്കെ ആയി. പപ്പായി ചോദിച്ചു, നിനക്കറിയത്തില്ലേ? ഇല്ല. അപ്പച്ചൻ ഇങ്ങനെ പിള്ളേരെ കളിപ്പിക്കും, പന്ത് കൊണ്ട് വെക്കും, വാടാ മക്കളെ റെഡി 1 2 3 അടി. ഇവന് പന്തറിയത്തില്ല, 2-3 അറിയാം. അപ്പോൾ തമ്പുരാൻ എന്നോട് പറഞ്ഞു, 2-3 അപ്പനറിയത്തില്ല, അപ്പച്ചൻ അറിയാം. ഇതുപോലെ അന്യഭാഷ അടുത്ത് നിൽക്കുന്നവർക്ക് അറിയത്തില്ലെങ്കിലും അദൃശ്യനായ പിതാവിനോട് സംസാരിക്കുവാൻ ആരും തിരിച്ചറിയുന്നില്ലെങ്കിലും അവർ ആത്മാവിൽ ദൈവത്തോട് സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. കരങ്ങളടിച്ച് എല്ലാവരും സ്തുതിച്ചേ. അല്പസമയം ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. 1 രക്ഷിക്കപ്പെടണം, 2 സ്നാനപ്പെടണം, 3 പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അതിനൊരു ആഗ്രഹം വേണം. ആഗ്രഹം മാത്രം മതി. ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. നന്മ ഏറ്റവും വലുത് പരിശുദ്ധാത്മാവാണെങ്കിൽ ഈ രാത്രിയിൽ ഈ യോഗങ്ങളിൽ വലിയ പരിശുദ്ധാത്മ സാന്നിധ്യമുണ്ടാകട്ടെ. ആത്മസ്നാനം അന്യഭാഷ അടയാളത്തോടെ പ്രാപിക്കട്ടെ. കൃപാവര ശുശ്രൂഷകൾ നൽകപ്പെടട്ടെ. കരങ്ങളടിച്ച് അല്പസമയം ദൈവത്തെ സ്തുതിച്ച് അന്യഭാഷ ഭാഷണം എളിയവൻ പറയും, അപമാനമല്ല അഭിമാനമാണ്. അപമാനമല്ല മക്കളെ, അതൊരു അഭിമാനത്തോടെ ദൈവത്തെ ആരാധിക്കണം. അഭിമാനത്തോടെ അന്യഭാഷ ആത്മസ്നാനം പ്രാപിച്ചാണെന്ന് പറയണോ. എല്ലാവരും സ്തുതിച്ച് ആരാധിച്ചേ. എല്ലാവരും സ്തുതിച്ചേ. ആത്മസ്നാനം പ്രാപിക്കാത്തവർ ഈ ദിവസങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കണം. യേശുവേ, എനിക്ക് ആത്മസ്നാനം തരണം. ആഗ്രഹിക്കുന്നവരെ ദൈവം തൃപ്തിപ്പെടുത്തും. അറിയുന്ന ഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചേ. ആത്മസ്നാനം പ്രാപിക്കാനുള്ള ഒരു വഴി അറിയുന്ന ഭാഷയിൽ ദൈവത്തെ സ്തുതിക്കണം. 2, നിൻ്റെ വായെ നീ വിസ്താരത്തിൽ തുറക്കണം. നിൻ്റെ വായെ നീ തുറക്കണം. ദൈവത്തെ പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ എത്രയും ഉച്ചത്തിൽ വാ തുറക്കാമോ അത്രയും ഉച്ചത്തിൽ സ്തുതിക്കണം. എന്തിന്? പൂർണ്ണ ശക്തിയോടെ. 2, പൂർണ്ണ മനസ്സ്, പൂർണ്ണ ഏകാഗ്രത. 3, പൂർണ്ണ ആത്മാവോടെ. കാരണം ദൈവമാത്മാവാകുന്നു. ആത്മാവാം ദൈവത്തോട് ആത്മാവിൽ സംസാരിക്കുവാൻ തമ്പുരാൻ തരുന്ന കൃപ ഇന്നും ഹല്ലേലൂയ യോവേൽ പ്രവചനം നിവർത്തീകരിക്കുന്നു. നിങ്ങളുടെ അന്ത്യകാലത്ത് ഞാൻ സർവ്വ ജഡത്തിൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ പകരും. ഞാൻ വിശ്വസിക്കുന്നു 21, 40 ഒക്കെ പലവട്ടം ഇരുന്ന് പ്രാർത്ഥിച്ച അന്യഭാഷയും ആത്മസ്നാനവും ഇന്ന് വേഗത്തിൽ കിട്ടുന്നത് വില കുറഞ്ഞത് കൊണ്ടല്ല, കാലമടുത്തത് കൊണ്ടാണ്. വില കുറഞ്ഞത് കൊണ്ടല്ല, കാലമടുത്തു. അന്ത്യകാലത്ത് ഞാൻ സർവ്വ ജഡത്തിൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. കരങ്ങളെല്ലാം അടിച്ച് അല്പസമയം ഹല്ലേലൂയ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ആത്മാവേ, ഇന്ന് പകൽ രാത്രിയിൽ എൻ്റെ മേൽ ഇറങ്ങണമേ. മുട്ടോളം അല്ല, അരയോളം അല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ആത്മസ്നാനം അന്യഭാഷ അടയാളത്തോടെ. അതിന് പ്രായഭേദമില്ല. നിങ്ങളുടെ വൃദ്ധന്മാർ, നിങ്ങളുടെ യുവാക്കൾ, നിങ്ങളുടെ പുത്രന്മാർ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും